بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ശഅബാനിൻ്റെ ഈ അവസാന പകലുകൾ ഇനി എന്ന് പറയാനില്ല, വളരെ വിരലിൽ എണ്ണിത്തിട്ടപ്പെടുത്തി തീർക്കാവുന്ന ഒന്നോ ഈ ഒരു രാത്രി, നാളത്തെ രാത്രി കിട്ടിയെങ്കിലായി. ഇത് കഴിഞ്ഞാൽ റമദാനിലേക്ക് കടക്കുകയാണ്. അള്ളാഹു ഈ വർഷത്തെ റമദാൻ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും റമദാൻ നമ്മെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വിധം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ രോഗികൾക്കൊക്കെ അള്ളാഹു ശിഫ നൽകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അദ്ബിർ. അള്ളാഹുവിൻ്റെ മലക്കുകൾ ഈ ഒരു സ്ലോഗൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരണം. വയാ ബാഗിയ ശർ. തിന്മകൾ ചെയ്യണം എന്ന് തോന്നുന്നവർ അദ്ബിർ, ഒന്ന് പിന്നോട്ട് പോകണം, നിങ്ങൾ ഇങ്ങോട്ട് വരലിൻ എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ വിളിച്ചു പറയുന്ന ഒരു സമയമാണത്. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം ഭൂമി ലോകത്ത് നിറയുകയും ലൈലത്തുൽ ഖദർ ആകുമ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം തനസ്സലുൽ മലായികതു വറൂഹു ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരി സലാം ഹി ഹത്താ മത്ലഇൽ ഫജ്ർ. ഒരു രാത്രി, ഒരു പക്ഷേ ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ സമയം, 12 മണിക്കൂർ സമയം അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ആത്മീയമായ സാന്നിധ്യം ഭൂമിയിൽ അനുഭവിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന ഒരു രാവ് അള്ളാഹു ഈ റമദാനിൽ നമുക്ക് നൽകുകയാണ്. ബാക്കി എല്ലാ മലക്കുകളും നിത്യേന ഇറങ്ങുന്നുണ്ട്. അത് റമദാനിൻ്റെ എല്ലാ രാവുകളിലും ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങുന്നുണ്ടെന്നാണ്. അവരൊക്കെ ആമീൻ പറയും. അവരൊക്കെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കും. റമദാൻ എന്നത് ചിന്തിക്കുന്നവർക്ക്, ആലോചിക്കുന്നവർക്കുള്ളൊരു സമയമാണ്. ഒരു ചിന്തയും ആലോചനയും ഇല്ലാതെ ജീവിക്കുന്നവർക്ക് അവർ റമദാൻ വരുന്നതും പോകുന്നതൊന്നും അറിയുന്നില്ല. അതൊഴുക്കിലാണ്. നേരെ മറിച്ച് അള്ളാഹുവേ, ഞാനിപ്പോൾ എവിടെയാണ്, എൻ്റെ അവസ്ഥ എന്താണ്, ഞാൻ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്, എൻ്റെ യാത്രക്ക് ആവശ്യമായത് ഞാൻ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടോ, ഇത് ചിന്തിക്കുന്നവർക്കേ റമദാനിൻ്റെ മഹത്വം അറിയാൻ കഴിയുള്ളൂ. റമദാൻ സാക്ഷി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിനെ ആരാണോ നല്ല നിലക്ക് സ്വീകരിച്ചത് അവർക്ക് റമദാൻ അനുകൂലമായി സാക്ഷി പറയുകയും റമദാനിനെ തിരസ്കരിച്ചവർക്ക് റമദാൻ എതിർ സാക്ഷി പറയുമെന്നും ഹുജ്ജത്തുൻ ലഹു ഔ അലൈഹി. റമദാൻ ഒന്നുകിൽ ഹുജ്ജത്തുൻ ലഹ്, അവർക്ക് അനുകൂലമായി സാക്ഷി പറയും, വിറ്റ്നസ് ഫോർ ദം, ഔ അഗെയിൻസ്റ്റ് ദം, അല്ലെങ്കിൽ അവർക്ക് എതിരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവുമായി മീറ്റ് ചെയ്യാനുള്ള ഒരു ഒരുക്കം നടത്താൻ പടച്ചവൻ നമ്മളെ ഒരുക്കി തരാണ്.
അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൃദയം ശുദ്ധിയാക്കിയിട്ടാണ് മെഹറാജിന് പോയത്, അല്ലേ? ഖൽബ് ശുദ്ധിയാക്കണമെന്നാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഞങ്ങൾ സ്വഹാബിമാർക്ക് റമദാൻ വരുമ്പോൾ ഹൃദയവിശുദ്ധിയില്ലാതെ റമദാനെ സ്വീകരിക്കാൻ പേടിയായിരുന്നു. ഹൃദയത്തിൽ ആരോടും ഒരു വെറുപ്പും ഹഖ്ദും അസൂയയും പക തീർക്കണമെന്ന തോന്നലോ വൈരാഗ്യമോ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ റമദാൻ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് പേടിയായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ആരോടും ഒരു വിദ്വേഷവുമില്ലാതെ റമദാൻ സ്വീകരിക്കാനാണ് ഞങ്ങൾ സ്വഹാബിമാർ അങ്ങനെയായിരുന്നുവെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി അതാണ്, തത്ഹീറുൽ ഖുലൂബ്, ഹൃദയം ശുദ്ധിയാക്കാൻ. അതൊന്നും ചെയ്യാതെ നമ്മൾ വലിയ ഇഫ്താർ പാർട്ടി നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഹൃദയം ഒരു മുഅ്മിനായ മനുഷ്യനോടും ഒരു മുസ്ലിമിനോടും ഒരു വിശ്വാസിയോടും ഒരു തരത്തിലുമുള്ള വൈരാഗ്യം ഒരു മുസ്ലിമിൻ്റെ ഹൃദയത്തിലും വരാൻ പാടില്ല. അള്ളാഹു അതിലേക്കാണ് നോക്കുന്നത്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ഉദുഹിയ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത്, നിങ്ങൾ അറവ് മൃഗത്തിൻ്റെ മാംസത്തിൻ്റെ കനമോ കിൻഡലിൻ്റെ കണക്കോ ഇതൊന്നും അള്ളാഹു നോക്കുന്നു പോലുമില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ ഹൃദയത്തിൽ പടച്ചവനെക്കുറിച്ച് നിങ്ങൾക്ക് എത്രയാണ് ബോധ്യമുള്ളത്, ഇത്രേ അള്ളാഹു നോക്കുന്നുള്ളൂ. ഉദുഹിയ്യത്ത് ഇറക്കുമ്പോഴേ നമ്മൾ കിലോ എത്ര ഉണ്ട്, ഇത്ര കിലോ ഇത്ര കേസ് കൊടുക്കാൻ പറ്റി, ഇത്ര കിൻഡൽ നമ്മൾ കൊടുത്തു എന്നൊക്കെ മേന്മ പറയുമ്പോൾ അള്ളാഹു ആ കിലോ കണക്കിനെ നോക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ദാനം ചെയ്തിട്ടുണ്ടോ, ബലിയറുത്തിട്ടുണ്ടോ, നീയത്ത് എന്തായിരുന്നു, എല്ലായിടത്തും വിഷയം അതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വസിയ്യത്താണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണമേ. വഖൂലൂ ഖൗലൻ സദീദാ. ഋജുവായ നേരെയുള്ള സത്യസന്ധമായ ആരെയും വേദനിപ്പിക്കാത്ത വാക്കുകളാണ് നിങ്ങൾ പറയേണ്ടത്. അതാണ് ഖൗലൻ സദീദ എന്ന് പറഞ്ഞതിനർത്ഥം. സ ആണത്, ഷദീദല്ല. ഖൗലൻ സദീദ. ഷദീദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയും കനമുള്ള പേടിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം വരിക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സദീദ. ഇപ്പം ഷാ എന്ന് പറയേണ്ടടുത്ത് സാന്നായി പോയ അർത്ഥം മാറിപ്പോവും. ഖൗലൻ സദീദൻ. സദീദ് എന്ന് പറഞ്ഞാൽ മൃദുവായ വാക്കുകളാണ് പറയേണ്ടത്. നമ്മളങ്ങനെ ചില ആളുകളെ കുറിച്ച് പറയില്ലേ, ആളൊരു പാവം മനുഷ്യനാണ്, ആളൊരു പാവമാണ്, ആ മനുഷ്യൻ്റെ വാക്കുകൾ കണ്ടില്ലേ, അയാൾ സംസാരിക്കുമ്പോൾ കണ്ടില്ലേ, അയാൾ പെരുമാറുമ്പോൾ കണ്ടില്ലേ. അങ്ങനെ ആളുകൾ ഓരോ വിശ്വാസിയെക്കുറിച്ചും പറയണമെന്നാണ്. ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ ശരിയാവണം, അള്ളാഹു സ്വീകരിക്കണം. ആ തരത്തിലുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് ഒരു പക്ഷേ നമ്മുടെ അമൽ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ല. അള്ളാഹു പറയാണ്, നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങിയാൽ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും, നിങ്ങളുടെ അമലുകൾ നാം സ്വാലിഹാക്കി തരും. ഇന്നല്ലാഹ ലാ യഖ്ബലു ഇല്ലാ സ്വാലിഹ. അള്ളാഹു സ്വാലിഹെ മാത്രമേ സ്വീകരിക്കുള്ളൂ. നിങ്ങളുടെ കർമ്മങ്ങളെ അള്ളാഹു സ്വാലിഹായ കർമ്മമാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആരാണോ അനുസരിക്കുന്നത് അവരേറ്റവും വലിയ വിജയം വിജയിച്ചവരാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അള്ളാഹു നമ്മെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് ഖൗലൻ സദീദ, നമ്മുടെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, റമളാനാകുമ്പോൾ പ്രത്യേകിച്ചും. റമളാനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസമല്ലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അനുയായികൾക്കും ഉമ്മത്തികൾക്കും ആയുസ് കുറവായപ്പോൾ കുറഞ്ഞ ആയുസ് കൊണ്ട് മുൻഗാമികൾ നേടിയെടുത്തതിനേക്കാളും വലിയ പ്രതിഫലം നേടാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇപ്പം ടെക്നോളജി കൊണ്ട് അതാണ് ഉണ്ടായത്. ടെക്നോളജി കൊണ്ടുണ്ടായത് അതാണ്. വളരെ 100-50 കൊല്ലങ്ങൾ 100-200-500 കൊല്ലങ്ങൾ ജീവിച്ചിരുന്ന ആളുകൾ ചെയ്തു തീർക്കുന്നത് ഒരു 10 കൊല്ലം കൊണ്ട് ഇന്നത്തെ ഒരാൾ ചെയ്തു തീർക്കും, അല്ലെങ്കിൽ അത്രയും വേണ്ട. ദീർഘമായ യാത്രകൾ, ഒരുപാട് സമയം. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ആളുകൾക്കിടയിൽ ദഅവത്ത് ചെയ്തു എന്നാണ് മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തുർക്കിയുടെയും ഈസ്റ്റേൺ തുർക്കിയുടെയും അതുപോലെ തന്നെ
വടക്ക് ഇറാഖിൻ്റെയും ഭാഗങ്ങൾ മുഴുവൻ നടന്ന് ദഅവത്ത് ചെയ്ത നബിയാണ് നൂഹ് അലൈഹിസ്സലാം. തുർക്കിയുടെ ബോർഡർ വരുന്ന ഭാഗമായിരുന്നു നൂഹ് നബിയുടെ നാട്, മെസപ്പൊട്ടേമിയ എന്ന് പറയുന്ന സ്ഥലം. 950 കൊല്ലം മഹാനവറുകൾ നടന്നിട്ടുണ്ട് ആളുകൾക്കിടയിലൂടെ. 950 വർഷം ദഅവത്ത് ചെയ്തു. ആ ഒരു ഡിസ്റ്റൻസ് ഇന്നൊരു മനുഷ്യന് കവർ ചെയ്യാൻ ഒരു ദിവസം വേണ്ട, വളരെ കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ ആളുകൾക്ക് അള്ളാഹു ആയുസ് കൊടുത്തപ്പോൾ ടെക്നോളജി ഇല്ലായിരുന്നു, സൗകര്യങ്ങളില്ലായിരുന്നു, ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിരുന്നില്ല, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കുറവായിരുന്നു. ആയുസ് കുറഞ്ഞു, അള്ളാഹു മറ്റു സൗകര്യങ്ങൾ. അപ്പോൾ അള്ളാഹു എല്ലാ സമൂഹത്തോടും ഈക്വലായിട്ടാണ് അള്ളാഹു താല നീതിയുക്തമായിട്ടാണ് പടച്ചവൻ ജനങ്ങൾക്ക് കാര്യങ്ങൾ നൽകിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ആയുസ്സില്ലല്ലോ എന്ന് പറയണ്ട, നമുക്ക് ആയുസ്സിനുള്ളതൊക്കെ അതിലേറെ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അള്ളാഹുവിനെ ഭയപ്പെടേണ്ട പ്രകാരം നിങ്ങൾ ഭയപ്പെടണമേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ ആജ്ഞയാണ് ഇത്, അള്ളാഹുവിൻ്റെ വസിയ്യത്താണ് നമ്മളോടൊക്കെ. നിങ്ങൾ മരിക്കുമ്പോൾ ഒരു മുസ്ലിമായിട്ട് മരിക്കണം. നിങ്ങളുടെ മരണം സംഭവിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം. ദൈവനിഷേധത്തിലേക്ക് പോകരുത്, ഫ്രീ തിങ്കിങ്ങിലേക്ക് പോകരുത്, വഴിവിട്ട് ജീവിക്കരുത്. ആ വസിയ്യത്ത് അള്ളാഹു അവ്വലീനിലും ആഖിരീനും, വരാൻ പോകുന്ന തലമുറക്കും കഴിഞ്ഞുപോയ തലമുറയോടും അള്ളാഹു ചെയ്ത വസിയ്യത്തതാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഇസ്ലാമിലായിട്ട് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഇതൊരു മൗസിമുൽ ഖൈറാത്താണ്, നന്മയുടെ വസന്തമാണ്. ഒരുപാട് ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ കഴിയും. റമളാനിലെ നോമ്പ് തുറപ്പിച്ചാൽ കിട്ടുന്ന കൂലിയും പ്രതിഫലവും വലുതാണ്. നോമ്പുകാർക്ക് മാത്രം റയ്യാൻ എന്ന ബാബ് അല്ലാഹു വെച്ചിരിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം. ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആന്റെ ഓരോ ഹറഫിനും 10 ഹസനത്താണ്. റമളാനിലത് 70ഉം 700ഉം 70,000ഉമാണ്. മൻ ഫത്തറ സ്വായിമൻ, ഒരു നോമ്പുകാരനെ ഒരാൾ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ നോമ്പ് നോറ്റവന്റെ കൂലി അല്ലാഹു നൽകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ സ്വലാത്തു തസാബീഹ്, തസ്ബീഹ് നിസ്കാരം, അതുപോലെ തന്നെ വിത്ർ നിസ്കാരം, സ്വലാത്തുൽ അവ്വാബീൻ, ഇശാ മഗ്രിബിന്റെ ഇടയിൽ നിസ്കരിക്കുന്ന 2 റക്അത്തോ 6 റക്അത്തോ നിസ്കരിക്കാൻ പറ്റുന്ന സ്വലാത്തുൽ അവ്വാബീൻ, ദുഹാ നിസ്കാരം, ഇങ്ങനെ ഒരുപാട് റവാത്തിബുൽ. മൻ സ്വല്ലാ ലില്ലാഹി 12 റക്അത്തൻ ഫി കുല്ലി യൗമിൻ വലീലത്തിൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് പണിത് കൊടുക്കും എന്ന് പറഞ്ഞ രാവിലും പകലിലുമായി നിസ്കരിക്കുന്ന 12 റക്അത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ. സുബഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. സുബഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 2, അസറില്ല, മഗ്രിബിന്റെയും ഇശാഇന്റെയും ശേഷം 2 വീതം 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. പിന്നെ ഉംറത്തുൻ ഫി റമളാന തഅദിലു ഹജ്ജത്തൻ മഈ, റമളാനിലെ ഒരു ഉംറ ഹബീബായ തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ കൂലിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കങ്ങനെ ഒരുപാട് ഇബാദത്തുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞ് മൻ ളല്ല ഫീ മുസല്ല, ഇരുന്നിടത്ത് നിസ്കരിച്ചിടത്ത് തന്നെ ഒരു മനുഷ്യൻ മുസല്ലയിൽ ഇരിക്കുകയും സൂര്യൻ ഉദിക്കുന്നതുവരെ ദിക്റിലായി ചെലവഴിക്കുകയും ചെയ്താൽ ആ മനുഷ്യന് കഉംറത്തിൻ ചാമ്മത്തിൻ ചാമ്മ, പരിപൂർണമായ ഉംറ ചെയ്ത കൂലി കിട്ടും. ഇപ്പം നമുക്ക് ഉംറ ചെയ്യാൻ പൈസയില്ല, ലീവ് കിട്ടുന്നില്ല, സൗകര്യങ്ങളില്ല. നമുക്ക് അബുദാബിയിൽ നിന്നുകൊണ്ട് ഉംറ ചെയ്താൽ കൂലി കിട്ടും. എങ്ങനെ? ഈ ഒരു സുന്നത്ത് പാലിച്ച സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ ആ മുസല്ലയിൽ ഇരിക്കണം. അത് ജോലി ഇല്ലാത്തവർക്കേ പറ്റുള്ളൂ. ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ട്, പ്രയാസങ്ങളുണ്ട്, സമയം വളരെ ബുദ്ധിമുട്ടുണ്ട്, കുറവാണ്. അങ്ങനത്തെവർക്ക് ഒരു പക്ഷേ കഴിയില്ല. നിയ്യത്തിന് അല്ലാഹു കൂലി കൊടുത്തേക്കും. പക്ഷെ സമയമുണ്ടോ നമ്മൾ ആ മുസല്ലയിൽ ഇരിക്കുക, ദിക്ർ ചൊല്ലിയിട്ടും ഖുർആൻ ഓതിയിട്ടും ഇരിക്കുക. എന്നിട്ട് ഇഷ്റാഖിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. സൂര്യൻ ഉദിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കാം. എന്നിട്ട് വീട്ടിലേക്ക് പോവുക. ഉംറ ചെയ്ത കൂലി കിട്ടി. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നിസ്കരിച്ച് തുടങ്ങിയാൽ 30 ദിവസം, 29 ദിവസം, 29 ഉംറയും 30 ഉംറയും നമുക്ക് കിട്ടും. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു നീതിയാണ്, അദിലാണ്. എത്രയോ പാവപ്പെട്ടവരുണ്ടാവും, അവർക്ക് ഹജ്ജിന്റെ ഉംറന്റെ കൂലി കിട്ടണ്ടേ? അതിനൊക്കെ ഇവിടെ അവസരങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന അമലുകളാണ്. ഞാൻ ആ വിഷയത്തിലേക്കല്ല ഇന്ന് നമ്മൾ കിടക്കുന്നത്. നമുക്ക് വേറെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, എങ്ങനെയൊക്കെ നമുക്ക് പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് വാരിക്കൂട്ടാൻ പറ്റും. ഈ മൗസിമുൽ ഖൈറാത്ത്, നന്മയുടെ ഈ വസന്തം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? അതിന് ഒന്നാമത്തേത് വലിയൊരു ഇബാദത്താണ് അൽ ഹുബ്ബു ഫില്ലാഹ്. പടച്ചവനെ വിചാരിച്ച്, അള്ളാഹുവിനെ വിചാരിച്ച് വിശ്വാസികളെ സ്നേഹിക്കാൻ പറ്റുന്നൊരു മനസ്സുണ്ടാവുക.
അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സ്നേഹിക്കണം. ഇന്ന മിൻ ഔസഖി ഉറൽ ഈമാനി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. ഈമാനിന്റെ ഏറ്റവും ഖനമുള്ള മുറിയാത്ത ഒരു കയറ് എന്ന് പറയുന്നത് അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. പടച്ചവൻ പറഞ്ഞതുപോലെ ജീവിക്കുന്ന ഒരാളെ ഇഷ്ടപ്പെടുകയും അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കാത്ത ഒരാളോട് മനസ്സിൽ വിഷമം തോന്നുകയും ചെയ്യുന്നത് ഈമാനിന്റെ ഖനമുള്ള ഒരു ഭാഗമാണ്, ഈമാനിന്റെ മുറിയാത്ത കയറാണ്. ഇന്ന മിൻ ഔസഖി ഉറൽ ഈമാൻ, ഔസഖി ഉറൽ ഈമാൻ, ഈമാനിന്റെ ഖനമുള്ള മുറിച്ചാൽ മുറിയാത്ത കയറ് നിങ്ങൾ പിടിക്കണമെങ്കിൽ മനസ്സിൽ നന്മ ചെയ്യുന്നവരോട് സ്നേഹം തോന്നണം, തിന്മ ചെയ്യുന്നവരോട് മനസ്സിന്റെ ഉള്ളിൽ ഒരു റിസെന്റ്മെന്റ്, തൃപ്തിയില്ലായ്മ മനസ്സിൽ വേണമെന്നാണ്. ഇന്നിപ്പോൾ എന്താ അവസ്ഥ? അതെന്തോ ആയിക്കോട്ടെ, ഇനി അവൻ എന്ത് തന്നെ ദുൽമ ചെയ്താലും എന്ത് തന്നെ തിന്മ തെമ്മാടിത്തരം ചെയ്ത് ജീവിക്കുന്ന ആളാണെങ്കിലും നമ്മൾ പോയിട്ട് അവരോടൊക്കെ ചങ്ങാത്തവും അവരോടൊക്കെ ഇഷ്ടം കൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു വലിയ ഒരു കയറ് നമ്മൾ പൊട്ടിക്കുകയാണ് അവിടെ. കാരണം ആ മനുഷ്യന് നന്നാവാൻ അവസരമില്ല. ഉപദേശിക്കാൻ വേണ്ടി കൂടെ നിൽക്കാം, നിങ്ങളുടെ സൗഹൃദം അവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ കൂടെ നിൽക്കണം. നിങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരവസ്ഥ വരികയും അവരാ തിന്മയിൽ തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ നമുക്കത് പാടില്ല. അതുകൊണ്ട് അൽ ഹുബ്ബു ഫില്ലാഹ് സാറ റജുലുൻ അഖൻ ലഹു ഫീ ഖറിയ, ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ് പരസ്പരം കാണാൻ ഇഷ്ടപ്പെടുക. ഒരു മുഅ്മിനായ മനുഷ്യനെ കാണാൻ ഇഷ്ടപ്പെടുക, രോഗിയാകുമ്പോൾ പോയി സന്ദർശിക്കുക, എന്തെങ്കിലും വിശേഷപ്പെട്ട ഒരു സംഗതി അവരുടെ വീട്ടിൽ നടക്കുമ്പോൾ നമുക്ക് സൗകര്യപ്പെടുന്നുണ്ടോ നമ്മൾ പോയി ആ സന്തോഷത്തിൽ പങ്കുചേരുക. ഇതൊക്കെ ഹുബ്ബു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഹുബ്ബാണ്. നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ ഇതിനൊക്കെ കൂലിയാണ്. ഇപ്പോൾ നോമ്പുറപ്പിക്കാൻ വിളിച്ചു, നിങ്ങൾക്ക് സൗകര്യമുണ്ടോ, നിങ്ങൾ പോകണം. സൗകര്യമില്ലേ, പോകാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷേ അതൊരു ഹുബ്ബു ഫില്ലാഹ്, പടച്ചവന്റെ മാർഗത്തിലുള്ള ഒരു സ്നേഹത്തിന്റെ അടയാളമാണ്. ഉദാഹരണം പറയാണ്, രോഗിയായാൽ നമ്മൾ കാണുന്നത്, വിഷമിക്കുന്ന ആളുകളെ പോയി തലോടുന്നത്, അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നത്, ഇതൊക്കെ മുഅ്മിനീങ്ങൾ ചെയ്താൽ വലിയ കൂലിയാണ്. ഒരാൾ തൻ്റെ കൂട്ടുകാരനെ സന്ദർശിക്കാൻ വേണ്ടി അടുത്ത ഒരു നാട്ടിലേക്ക് വണ്ടി കയറിപ്പോയ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാം. ഫർസദല്ലാഹു ലഹു മലക്കൻ അലാ മദ്റജതിഹി, ആ മനുഷ്യൻ പോകുന്ന വഴി, മദ്റജത്ത് എന്ന് പറഞ്ഞാൽ ത്വരീഖ്, ആ മനുഷ്യൻ പോകുന്ന വഴിയിൽ ഒരു മലക്കിനെ അള്ളാഹു നിർത്തിക്കൊടുത്തു. കണ്ടപ്പോൾ ഒരു മനുഷ്യനെന്നാ വിചാരിച്ചത്, പക്ഷെ ആള് മലക്കായിരുന്നു. ഫഖാൽ ഐന തുരീദ്, എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ തൊട്ടടുത്ത നാട്ടിൽ എൻ്റെ ഒരു സഹോദരനുണ്ട്, അയാളെ കാണാൻ വേണ്ടി പോവാണ്. പറഞ്ഞു, ഹല്ലഹു അലൈക മിൻ നിഅമത്തിൻ തറുദ്ദുഹാ, ആ മനുഷ്യൻ ചെയ്ത ഉപകാരത്തിന് നന്ദി പറയാൻ പോവാണോ, അല്ലെങ്കിൽ നിങ്ങൾ അയാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ടോ, അത് കൊടുക്കാൻ വേണ്ടി പോവാണോ, എന്തിനാ പോകുന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞു, ലാ, എനിക്ക് അയാൾ ഒരു ഉപകാരം ചെയ്തിട്ട് അതിന് നന്ദി പറയാനൊന്നുമല്ല ഞാൻ പോകുന്നത്. ഇല്ലാ അന്നി ഉഹിബ്ബുഹു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എനിക്ക് അയാളെ ഇഷ്ടമാണ്. പടച്ചോനെ വിചാരിച്ച് എനിക്ക് അയാളോട് ഇഷ്ടമാണ്. കടം തന്ന് തിരിച്ചു കൊടുക്കാൻ പോവല്ല, ഒരു ഉപകാരം തന്നതിന് ശുക്ർ പറയാൻ വേണ്ടി പോകുന്നല്ല, എനിക്ക് അയാളെ ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് കണ്ട് സംസാരിക്കാം, ഒന്ന് കാണണം, പരിചയം ഒന്ന് പുതുക്കണം, അതിനു വേണ്ടി പോവാൻ. അള്ളാഹുവിൻ്റെ മലക്ക് പറഞ്ഞു, ഫഇന്നി റസൂലുള്ളാഹി ഇലൈക്, ഞാൻ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ദൂതനാണ്, റസൂലാണ്, മലക്കാണ്. അന്നല്ലാഹു അഹബ്ബക കമാ അഹ്ബബ്തഹു, നിങ്ങൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ട പോലെ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങളോട് പറയാൻ പഠിച്ച തമ്പുരാൻ എന്നെ അയച്ചിരിക്കുന്നു. അത് പറയാനാ ഞാനിവിടെ കാത്തിരിക്കുന്നത്. ഞാൻ അള്ളാഹുവിൻ്റെ മലക്കാണ്. നിങ്ങൾ അയാളെ ഇഷ്ടപ്പെട്ടില്ലേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ? എന്തിനൊരു സ്വാലിഹായ മനുഷ്യനാണ്, 5 വക്ത് നിസ്കരിച്ച് നടക്കുന്ന നല്ല മനുഷ്യനാണ്, സ്വാലിഹായ സത്യസന്ധതയുള്ള ആളാണ്. ആ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, എന്നാൽ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. മലക്ക് പറയാൻ, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നോക്കണേ, പടച്ചവന്റെ മഹബത്ത്, അള്ളാഹുവിൻ്റെ മഹബത്ത് ലഭിക്കണമെങ്കിൽ സ്വാലിഹീങ്ങളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുക. അങ്ങനെയാണ്. എല്ലാ കുറ്റം കുറവും തീർന്ന ഒരു മനുഷ്യനും ലോകത്തുണ്ടാവില്ല. വലസ്ത ബിമുസ്തബഖിൻ അഖൻ ലാ തലുമുഹു അലാ ശഅസിൻ അയ്യുർ റിജാലിൽ മുഹദ്ദബു എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ?
ഒരു കുഴപ്പമില്ലാത്തൊരു എല്ലാ 100% നന്മ മാത്രമുള്ള ഒരാളെ കിട്ടണമെന്ന് അയാളെ കൂടെ ഞാൻ ചങ്ങായിയെ നടന്നേക്കാം എന്ന് പറയാൻ നിൽക്കണ്ട. എന്തേ? 100% എല്ലാം ഒത്തിണങ്ങിയ ആളെ കിട്ടൂല ദുനിയാവിൽ. പിന്നെ എന്തിനാ നിൽക്കുന്നത്? വലസ്ത ബിമുസ്തബിഖിൻ അഖൻ ലാ തലുമുഹു അലാ ശഅസിൻ അയ്യുർ റിജാലിൽ മുഹദ്ദബു. എല്ലാം കടഞ്ഞെടുത്ത് എല്ലാ തെറ്റും തീർന്ന ഒരു മനുഷ്യ ദുനിയാവിൽ ആരാ ഉള്ളത്? അതുകൊണ്ട് നന്മ തിന്മകളെ തൂക്കി നോക്കുമ്പോൾ നന്മയാണോ കൂടുതൽ, തിന്മയാണോ കൂടുതൽ, അങ്ങനെ ജഡ്ജ് ചെയ്യാനേ കഴിയുള്ളൂ. ഒരു കുഴപ്പമില്ലാത്ത എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോൾ വേറെന്തിനും കുഴപ്പം കാണും, സാരല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവണം. ആ സൗഹൃദത്തിന് വേറെ ഒരു താല്പര്യവും ഉണ്ടാവരുത്. അതൊരു വല്ലാത്ത അൽഹബ്ബ് ഫില്ല. ഇപ്പോൾ ഒരു ഇൽമിൻ്റെ മജ്‌ലിസിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു പരസ്പരം പരിചയപ്പെട്ടൊരു മഹബ്ബത്ത് വരണം, ഒരിഷ്ടം വരണം, സൗഹൃദം അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്തിൽ ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ദിക്റിൻ്റെ മജ്‌ലിസാണ്, സ്വലാത്തിൻ്റെ മജ്‌ലിസാണ്, ഖുർആൻ ക്ലാസ്സിന് വരുന്ന മജ്‌ലിസാണ്, ഹദീസിൻ്റെ മജ്‌ലിസാണ്. അവിടെ നമ്മൾ ചെന്നിരിക്കുന്ന ഓരോരുത്തരുടെ നിയ്യത്ത് ഒന്നാണ്. എന്ത്? ദീൻ പഠിക്കണം. അപ്പോൾ ആ മനുഷ്യനെ പരിചയപ്പെടണം നിങ്ങൾ. ഇവിടെ ഇപ്പോൾ ഞാൻ ചോദിക്കുക ഫോർ ദ സേക്ക് ഓഫ് ക്വസ്റ്റ്യൻ, അത്രയേ ഉള്ളൂ. നിങ്ങളതിന് ഉത്തരം പറയണമെന്ന് ചോദിക്കുകയല്ല. ഇവിടെ വരുന്ന നിങ്ങളുടെ കൂടെ ഇരുന്ന് പരിചയമുള്ള എത്ര പേരുണ്ട്? ഇപ്പോൾ നിങ്ങൾ മുമ്പ് അറിഞ്ഞിട്ടില്ലാത്ത ഈ ക്ലാസ്സിൽ വന്നിട്ട് പരിചയപ്പെട്ട ഒരു 10 ആളെ കിട്ടിയ ആളുകൾ കൈപൊക്കിയാട്ടെ. ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം 10 ആളെ കിട്ടിയിട്ടുണ്ട്. പേരറിയുന്ന ആൾക്കാർ കേട്ടോ, കൈപൊക്കട്ടെ. 10 ആളെ പേര് നിങ്ങൾക്ക് അറിയും. നിങ്ങൾ മുമ്പ് അറിയാത്ത ആളുകളായിരുന്നു, ഇസ്ലാം സെൻറ്ററിലെ ക്ലാസ്സിൽ വന്നിട്ട് കിട്ടിയതാണ്. അങ്ങനത്തെ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 ആളുണ്ട്. അൽഹംദുലില്ലാ. ഇപ്പോൾ 9 ആൾ കുറെ കൈവെക്കാൻ ഉണ്ടാവും ചിലപ്പോൾ. 10 എന്ന് പറഞ്ഞുകൊണ്ടാണ്. പരിചയപ്പെടണം എന്നാണ്. പരിചയം വേണം. അത് അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് കിട്ടാൻ കാരണമാവും, അള്ളാഹുവിൻ്റെ മഹബ്ബത്തിന് കാരണമാവും. സ്നേഹബന്ധങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന കാലമാണിന്ന്. എന്നാൽ പോലും മുഅ്മിനീങ്ങളുടെ സത്യസന്ധമായ സൗഹൃദം എല്ലാ കാലത്തും നിലനിൽക്കുമെന്നാണ്. അങ്ങനെ വേണം. അള്ളാഹു കൂലി തരുന്ന മറ്റൊരു വിഷയം, ഒരു മുസ്ലിമായ മനുഷ്യനെ അവരുടെ അഭിമാനത്തിന് കേടുവരുന്ന ഒരു കുറ്റം ഒരാൾ പറയുമ്പോൾ, ഇത് അങ്ങനെ പറയല്ലേ, അതങ്ങനെയല്ല, അല്ലെങ്കിൽ നീ അയാളെ പറ്റി പറയുന്നത് ശരിയല്ല, അതിൻ്റെ വസ്തുത ആ പറഞ്ഞതുപോലെയല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഒരു സഹോദരൻ്റെ അഭിമാനം നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രതിഫലമാണ്. കാരണം ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന വിഷയമാണ്. ഒരാളെക്കുറിച്ചും നല്ലത് പറഞ്ഞു കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കുറേ മനുഷ്യന്മാരുണ്ട് ലോകത്ത്. അവർക്കൊരാളുടെ കുഴപ്പമേ കേൾക്കാൻ ഇഷ്ടമുള്ളൂ. അപ്പം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ്റെ നന്മ നമ്മൾ പറയാറുണ്ട്. ഒരു പോസിറ്റീവ് തിങ്കിങ് ആലോചിച്ച് നോക്കൂ. നമ്മൾ കുറ്റം പറയുന്നതിന് പകരം ഒരു മനുഷ്യൻ്റെ നന്മ പറയാം. ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോഴേ പരസ്പരം പിണങ്ങി അല്ലെങ്കിൽ അടിപിടി കൂടി നിൽക്കുന്ന ആളുകൾ, കുറേ പരിചയമുള്ള ആളുകൾ, ഭാര്യ ഭർത്താവായിരിക്കാം, ജ്യേഷ്ഠനും അനുജനും ആയിരിക്കാം, ബാപ്പി മക്കളും ആയിരിക്കാം. അവിടെ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഭാര്യയുടെ എല്ലാ കുറവുകളും ന്യൂനതകളും മാറ്റിവെക്കട്ടെ, അവളിലെ ഒരു 5 നന്മ നിങ്ങൾ പറയേ. ഭർത്താവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ മാറ്റിവെക്ക്, അയാളിലെ ഒരു 5 നന്മ നീയും പറയും, ഭാര്യയോടും പറയും, നീയും സംസാരിക്കുകയും. അപ്പോഴായിരിക്കും മനസ്സ് തുറക്കുക. അതുവരെ നമ്മൾ കണ്ടത് ഒരു ഡാർക്ക് സൈഡ് മാത്രമായിരിക്കും. എത്രയോ നന്മകൾ ഇപ്പുറത്ത് ബാക്കിയുണ്ടാവും. അത് നമ്മൾ കണ്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഒരു നന്മ പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഓരോ മനുഷ്യനിലെയും നന്മയെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയൊരു ക്വാളിറ്റിയാണ്. അറിയാലോ, അന്ന് കള്ളു കുടിച്ചിട്ട് അടികൊണ്ട് വാങ്ങിപ്പോകുന്ന ഒരു മനുഷ്യനെ സ്വഹാബിമാർ ശപിച്ചപ്പോഴേ തങ്ങൾ പറഞ്ഞില്ലേ, ലാ തൽഅനൂ, നിങ്ങൾ അയാളെ ശപിക്കുകയാണോ? ഞാൻ അയാളെക്കുറിച്ച് മനസ്സിലാക്കിയത് അന്നഹു യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളാണ് ഇയാൾ. പറഞ്ഞില്ലേ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യക്ഷത്തിൽ ആൾ കള്ളുകൂടിയനാണ്. പക്ഷെ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ തങ്ങളോട് കാണിച്ച സ്നേഹം തങ്ങൾ ഓർക്കുകയാണ്. കള്ളുകുടിയനാണെന്ന് മുദ്രകുത്തപ്പെട്ട് ആ മനുഷ്യൻ ശിക്ഷ വാങ്ങിച്ചു പോകുമ്പോൾ ആളുകൾ ശപിക്കാൻ കാരണമുണ്ട്. പുണ്യനബിയുടെ അടുത്ത് വന്നിട്ടായി ശിക്ഷയും വാങ്ങിച്ചു പോകുന്നു. അത് 1 അല്ല 2 അല്ല 3 തവണ. അപ്പൊ പറയൂലേ, മാ അക്സറമായി ഉച്ചാബിഹി, എത്ര തവണയാ അവിടെ വരുന്നത്, എത്ര അടിയാ കിട്ടുന്നത്. അപ്പൊ ലാ തൽഅനൂ ലാ തുഈനു അലൈഹി ശൈത്താൻ,
പിശാചിനെ നിങ്ങൾ അയാളുടെ മേൽ സഹായിക്കരുത് കേട്ടോ എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താ? ശപിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവിന്റെ പൊരുത്തം ഇല്ലാതെയാവട്ടെ. പിന്നെ ആരാ അവിടെ ആ സ്പേസിൽ കയറിയിരിക്കുക? പിശാചാണ്. അതുകൊണ്ട് നിങ്ങൾ ശപിക്കരുത്. മാ അഅലമു, എനിക്കറിയുന്നത് അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളാണ് ഇയാൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, ഒരു മനുഷ്യന്റെ പോസിറ്റിവിറ്റി കാണുകയാണ് എപ്പോഴും നമ്മൾ കാണാൻ ശ്രമിക്കുക. ലോകം ഏതൊക്കെ വഴിയിൽ സഞ്ചരിച്ചാലും ഒരു മുഅ്മിന് ദീനിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ കഴിയണം. ആളുകൾ എങ്ങനെയൊക്കെ ജീവിച്ചോട്ടെ, എന്തൊക്കെ പറഞ്ഞോട്ടെ, നമ്മുടെ നിലപാട് ഇങ്ങനെയായിരിക്കണം. മാ മിൻ മുസ്ലിമിൻ മാ മിൻ അഹദിൻ യൻസുറു മുസ്ലിമൻ ഫീ മൗതിനിൻ യുൻതഖസു ഫീഹി മിൻ ഇർലിഹി വയുൻതഹകു ഫീഹി മിൻ ഹുർമതി ഇല്ലാ നസറഹുല്ലാഹു ഫീ മൗതിനിൻ യുഹിബ്ബു ഫീഹി നസ്റതഹു. ഏതെങ്കിലും ഒരാൾ തൻ്റെ സഹോദരനായ മുസ്ലിമിനെ, തൻ്റെ സഹോദരനായ വിശ്വാസിയായ ഒരു കൂട്ടുകാരനെ യൻസുറു സഹായിച്ചു. എങ്ങനെ? ഫീ മൗതിനിൻ യുൻതഖസു ഫീഹി മിൻ ഇർലിഹി, ആ മനുഷ്യന്റെ അഭിമാനം പിച്ചു ചീന്തപ്പെടുന്നൊരു നേരത്ത് ആരൊക്കെയോ അയാളെക്കുറിച്ച് എന്തോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞ നേരത്ത് ഇല്ല, അത് പറയരുത്, അത് പറയാൻ മാത്രമല്ല വിഷയമൊന്നും ഇല്ലല്ലോ, അത് ഇത്രയല്ലേ ഉള്ളൂ, അദ്ദേഹത്തെ കുറ്റം പറയരുത്, അയാൾ ഇന്ന നന്മകളൊക്കെ ഇസ്ലാമിക് സെന്ററിന് ചെയ്തു കൊടുത്തിട്ടില്ലേ, MCC ചെയ്തിട്ടില്ലേ, സുന്നി സെന്റർ ചെയ്തിട്ടില്ലേ, പൊതുരംഗങ്ങൾ ചെയ്തിട്ടില്ലേ എന്ന് എന്തെങ്കിലും ആ മനുഷ്യൻ ചെയ്ത ഒരു നന്മയെ ഹൈലൈറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഒരാളുടെ അഭിമാനം നിങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ പവിത്രത പിച്ചു ചീന്തപ്പെടുന്ന ഒരു സ്ഥലത്ത്, അതൊരു പക്ഷേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കാം, ഓഫ്ലൈൻ ആയിരിക്കാം, അങ്ങനെയൊക്കെ വരാം. ആ മനുഷ്യൻ എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഒന്നുണ്ടാവണേ എന്ന് കൊതിച്ചു പോകുന്ന ഒരു സ്ഥലത്ത് അള്ളാഹു ആ മനുഷ്യനെ സഹായിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണോ ഒരാൾക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്തത് അയാൾ അള്ളാഹു സഹായിക്കുമെന്നാണ്. പടച്ചവന്റെ സഹായമല്ലേ നമുക്ക് വേണ്ടത്? അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ അള്ളാഹു തആല കെട്ടുറപ്പിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ യഊദു മുസ്ലിമ, രോഗിയായി കിടക്കുന്ന രോഗിയായി കിടക്കുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരാൾ യഊദു പോയി സന്ദർശിക്കുകയാണെങ്കിൽ 70,000 മലക്കിൻ യുസല്ലൂന അലൈഹി വയദഊന ലഹു, 70,000 മലക്കുകൾ ആ രോഗിയെ സന്ദർശിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിൽക്കൽ ലൈല ഹത്താ യുസ്ബിഹ്, ആ രാത്രി കേട്ടോ, നേരം വെളുക്കുന്നവരെ അള്ളാഹുവിൻ്റെ 70,000 മലക്കുകൾ ഒരു രോഗിയെ സന്ദർശിച്ചതിൻ്റെ പേരിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ പ്രബലമായ ഹദീസുൻ സ്വഹീഹാൻ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വലിയൊരു നന്മയാണ്. ഒരു രോഗിയായ മനുഷ്യൻ നമ്മെ സന്ദർശിക്കുന്നു, 70,000 മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ശിഫ നൽകട്ടെ, അള്ളാഹു അവർക്ക് ശിഫയും സലാമത്തും നൽകട്ടെ. ഞാൻ നമ്മുടെ പാകിസ്ഥാൻ അന്തുമാൻച എന്ന് പറഞ്ഞ നമ്മുടെ വളരെ പ്രിയപ്പെട്ട അന്തുമാൻചനെ ഓർക്കുകയാണ്. അള്ളാഹു അവർക്ക് ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. ചെന്ന് കാണണമെന്ന് മനസ്സിലിങ്ങനെ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. ഹദീസ് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരികയാണ്, രോഗിയായി കിടക്കുന്ന ആളുകളെ പോയി സന്ദർശിച്ചാൽ കിട്ടുന്ന കൂലി 70,000 മലക്കുകളുടെ പ്രാർത്ഥന ആ രാത്രിയിൽ കിട്ടുമത്രേ. അതുമാത്രമല്ല, സ്വർഗത്തിലെ പഴങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്ന പോലെയായിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ഒരു മനോഹരമായ ഒരു ഫ്രൂട്ട്സിൻ്റെ തോട്ടം. ആ ഫ്രൂട്ട്സിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പഴവർഗ്ഗങ്ങൾ വളരെ മനോഹരമായത്, നല്ല സ്മെല്ലുള്ളത്, രുചിയുള്ളത് നിങ്ങളുടെ ദേഹത്തേക്ക് ഇങ്ങനെ വീഴുന്ന പോലെ, അഴുക്കായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ അല്ല, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പൂക്കൾ വീഴുന്ന പോലെ നിങ്ങളുടെ ദേഹത്തേക്ക് പഴവർഗ്ഗങ്ങൾ തട്ടി നിൽക്കുന്നത് ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇത് ആദർ റജുലു അഖാഹുൽ മുസ്ലിം, മുസ്ലിമായ തൻ്റെ സഹോദരനെ രോഗിയായി കിടക്കുന്ന ഒരാളെ സന്ദർശിച്ചാൽ മശാഫി ഖിറാഫത്തിൽ ജന്ന, സ്വർഗത്തിൻ്റെ ഖിറാഫത്തിലാണ് അയാൾ സഞ്ചരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിറാഫത്ത് എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗങ്ങൾ എന്നാണ്, പറിച്ചെടുക്കുന്ന പഴം. ആ പഴങ്ങൾക്കിടയിലൂടെ ഒരാൾ ആ തോട്ടത്തിലൂടെ നടക്കുന്ന പോലെയാണ്, പ്രതിഫലങ്ങളുടെ തോട്ടത്തിലൂടെ നടക്കുകയാണ്. ഫഇദാ ജലസ്, ഒരു രോഗിയുടെ അടുത്ത് വന്ന് ഇരുന്നു,
പകർച്ചവ്യാധിയുള്ളിടത്ത് പോയിരിക്കണം എന്നല്ല ഈ പറയുന്നത്. സ്വാഭാവികമായി ഒരു മനുഷ്യന് അസുഖം വരും, സ്വാഭാവികമല്ലേ? ആ അസുഖത്തിന് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മുഅ്മിനീങ്ങൾ കൂടെയുണ്ടെങ്കിൽ വലിയ സഹായമായിരിക്കും, അത് വലിയ ആശ്വാസമായിരിക്കും. മുസ്ലിം ഒരു മുഅ്മിൻ ഒറ്റക്കാണെങ്കിൽ അവൻ ദുർബലനാണ്. പക്ഷെ നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടുകാരുണ്ടെന്ന് ആശ്വസിക്കുമ്പോൾ നമുക്ക് കരുത്തുണ്ട്, ശക്തിയുണ്ട്, ഇല്ലേ? അതാണ് നമ്മുടെ കരുത്ത്. ഒറ്റക്കായി പോവില്ല. ഒരു വിഷമമുണ്ടെങ്കിൽ കൂടെ ആളുണ്ട് എന്ന് ചിന്തിക്കുന്നത് വലിയൊരു ആശ്വാസമാണ്. മനുഷ്യൻ അതാണ്. എപ്പോഴും കൂടെ ആളുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ, നമ്മളൊന്ന് വിഷമിച്ചു കഴിഞ്ഞാൽ കൂടെ ആള് ഉണ്ടാവണം. കൂടെയുള്ള ആളുകൾ, അവരെ ഓർക്കണം, അവരെ സന്ദർശിക്കണം. നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ അത്തരം ആളുകൾ, ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ രോഗികളായി മാറിയവർ കാണും, പോയി സന്ദർശിക്കണം. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, വില്യാപ്പള്ളിയിലെ പീഡിക അഷ്റഫ് സാഹിബ്. പീഡിക അഷ്റഫ് എന്ന് പറയാം. നമ്മുടെ ദുബൈയിൽ നിന്ന് വരുമ്പോൾ ഒരു ഗന്തൂത്ത് റെസ്റ്റോറൻ്റ് ഇല്ലേ, അവിടെ ആയിരുന്നു മുമ്പ്, ഇപ്പോൾ അവിടെയല്ല. അപ്പം എന്നോട് പറയും, ഉസ്താദേ ഉറങ്ങണം കേട്ടോ, ഉസ്താദേ നിങ്ങൾ തീരെ ഉറങ്ങുന്നില്ല, റെസ്റ്റ് എടുക്കുന്നില്ല, ഓട്ടാണ്. പിന്നെ നിങ്ങൾ കിടപ്പിലായിപ്പോയാൽ ഞാൻ ഉണ്ടാവും, പിന്നെ ആരും ഉണ്ടാവില്ല കേട്ടോ കൂടെ. അത് ഓർമ്മ വരണം, ഈ ആൾക്കാരൊന്നും കൂടെ ഉണ്ടാവില്ല, അതെപ്പോഴും ഓർക്കണം കേട്ടോ. എപ്പോഴും പറയും എന്നോട്. കഴിഞ്ഞ ആഴ്ച മുമ്പ് പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച ഇതേ വർത്താനം പറഞ്ഞു. ആരും ഉണ്ടാവില്ല കേട്ടോ, ഈ കൂടെയുള്ള ആൾക്കാരൊന്നും ആ നേരത്തെ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറയാം, അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ട് പറയാണ്. അപ്പോൾ പറയാ, ഉറക്കൊഴിഞ്ഞ് നടക്കുന്നത്, അപ്പോൾ ക്ഷീണം വരും, യാത്ര ചെയ്തിട്ട് വിശ്രമില്ലാതിരിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉസ്താദിൻ്റെ കഥയും പറഞ്ഞു തന്നു. അവരങ്ങനെ ആയപ്പോൾ ആരെങ്കിലും ഉണ്ടായോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മുസ്ലിമിന് എപ്പോഴും ഒരു ആശ്വാസം, നമ്മുടെ കൂടെ ആളുകളുണ്ട് എന്നതാണ്. നമ്മൾ ഓരോരുത്തരും ഒന്ന് വീണ് കഴിഞ്ഞാൽ ഒന്ന് കൈപിടിക്കാൻ ആളുകൾ കൂടെയുണ്ടാവണം. അങ്ങനെയാണ് നമുക്കൊക്കെ ആ ഒരു ഫീല്. നമ്മുടെ കൂട്ടുകാരെ നമ്മളെ വന്ന് സന്ദർശിക്കും, അവർ കൈപിടിക്കും, അവർ വേണ്ട ഒത്താശകൾ ചെയ്തിരിക്കും തീർച്ചയായിട്ടും. പക്ഷെ വളരെ സ്നേഹമുള്ളവർ അങ്ങനെ പറയാം. ആരുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആരുണ്ടാവില്ല എന്നതിനർത്ഥമല്ല, അള്ളാഹ് കണക്കാക്കിയ ആൾക്കാരോട് ഉണ്ടാവും ചെയ്യും, അല്ലേ? സത്താർ ചെയ്ത ഇടക്കിടക്ക് എന്നോട് ഇങ്ങനെ അല്പം കനത്തിലൊക്കെ സംസാരിക്കാൻ ഒരു സ്വാതന്ത്ര്യമുള്ള ആളാണ്. അപ്പം പറയും, റെസ്റ്റ് എടുക്കണം, അങ്ങനെയൊക്കെ. നമ്മളെല്ലാവരും റെസ്റ്റ് എടുക്കണം. എല്ലാവരും അമേരിക്ക അത് ഫുള്ള് ഓട്ടാണ്, ഫുള്ള് യാത്രയാണ്. അപ്പോൾ എല്ലാവരും റെസ്റ്റ് എടുക്കണം, റെസ്റ്റ് വേണം. സുബ്ഹാനല്ലാഹ്. പക്ഷേ ചിലപ്പോൾ അത് സാധിക്കണമെന്നില്ല, ചിലപ്പോൾ നടക്കൂല. അൽഹംദുലില്ലാഹ്. എന്നിരുന്നാലും ഫഇദാ ജലസ ഗമറതുഹുർ റഹ്മ, തൻ്റെ കൂട്ടുകാർ വന്ന് കൂടെയിരിക്കുമ്പോൾ ഗമറതുഹുർ റഹ്മ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരെ പൊതിയും. ثم ابتعث الله له هؤلاء 70,000 من الملائكة يدعون له. എന്നിട്ട് 70,000 മലക്കുകളെ അവർക്ക് ദുആയിരക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഇവിടെ കിട്ടാൻ വളരെ പ്രയാസമുള്ള ഒരു ഇബാദത്താണ് ഇത്തിബാഉൽ ജനായിസ്, ജനാസയുടെ കൂടെ പോവുക എന്ന് പറയുന്നത്. അത് നമ്മളറിയുന്ന, നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ മരണപ്പെട്ടാൽ നമ്മളൊരു പക്ഷേ ബനിയാസിൽ മഖബറയിൽ കൂടെ പോയേക്കാം. അല്ലാതെ എത്രയോ മയ്യിത്തുകൾ, എത്രയോ മുഅ്മിനീങ്ങളായ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജന്മം നടക്കുന്നു, ജനനം നടക്കുന്നു, അതേപോലെ ഇപ്പുറത്ത് മരണവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. അള്ളാഹുവിൻ്റെ വലിയൊരു ഹിക്മത്താണ് മരണം അള്ളാഹു മറച്ചു വെച്ചത്. മരണം മറച്ചു വെച്ചത് വലിയ ഹിക്മത്താണ്. എത്ര ജന്തുക്കളും മരിക്കുന്നുണ്ട്, എത്ര മൃഗങ്ങളും മരിക്കുന്നുണ്ട്. നമ്മൾ വല്ല പൂച്ചയെ എന്തെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ കിടക്കുന്നത് കണ്ടേക്കാം. പക്ഷെ അതും കുറച്ച് കഴിഞ്ഞാൽ വലുതേക്കാരെ ക്ലീനേഴ്സ് എടുത്ത് കൊണ്ടുപോയി ഇത് കളയും. മരിച്ചു കിടക്കുന്നത് മനുഷ്യൻ കാണുന്നില്ല എന്നതാണ്. ചത്ത് കിടക്കുന്ന ജീവികളാണെങ്കിൽ അതിനൊക്കെ എടുത്ത് കൊണ്ടുപോയി കുഴിച്ചിടെ അതിനെ ഡിസ്പോസ് ചെയ്യുക എന്തെങ്കിലും ചെയ്തിരിക്കും. മരണം നമ്മൾ കാണുന്നില്ലല്ലോ. മരിച്ചു കഴിഞ്ഞ അവസ്ഥകൾ വളരെ കുറവാണ്. അത് ഉടനെ അതിനെടുത്തിട്ട് എന്ത് ചെയ്യും? മറവ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് അതിനെ നീക്കം ചെയ്യും. ജീവികളും പക്ഷികളാണെങ്കിൽ പോലും അപൂർവമേ നമ്മൾ കാണുന്നുള്ളൂ, അല്ലേ? വളരെ അപൂർവമല്ലേ കാണുന്നുള്ളൂ മരണം. കോടിക്കണക്കിന് ജീവികൾ മരിക്കുന്നുണ്ട് ഒരു ദിവസം, കോടിക്കണക്കിന് ജീവികൾ. മനുഷ്യരല്ലാതെ എത്രയോ, മനുഷ്യരടക്കമുള്ള ജീവനുള്ളവർ എത്ര മരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അല്ലാഹു തആലയുടെ വലിയൊരു ഹിക്മത്താണ്. മരണം ഇങ്ങനെ കാണുകയാണെങ്കിൽ മനുഷ്യന്മാർക്ക് പേടിയായി പോകും, നിരാശ വന്നു പോകും ജീവിതത്തിൽ. പടച്ചോനെ, എൻ്റെ ജീവനും പോകുമല്ലോ, ഞാനും മരിക്കുമല്ലോ എന്ന ചിന്ത ഇങ്ങനെ വന്നുകൊണ്ട്, അതുകൊണ്ട് അല്ലാഹു തആല ജീവിതത്തിൽ പ്രതീക്ഷ വരാൻ വേണ്ടി മരിച്ചു കിടക്കുന്ന ചത്തുപോയ സാധനങ്ങളെപ്പോലും കാണിച്ചു തരുന്നില്ല എന്നാണ്. മയ്യത്തിനെ കൊണ്ടേ മറവ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അള്ളാഹു തന്ന വലിയൊരു നിഅമത്താണ് ഇത്തിബാഉൽ ജനായിസ്. പക്ഷേ ഒരു ജനാസയെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജനാസയെ അനുഗമിക്കുന്നത് വലിയ കൂലിയാണ്. മൻ തബിഅ ജനാസത മുസ്ലിമിൻ
ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹു പ്രതിഫലം നൽകണം, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു മയ്യത്തിൻ്റെ കൂടെ നിന്നു. വകാന മഅഹാ ഹത്താ യുസല്ലാ അലൈഹാ, ആ മയ്യത്തിനെ മയ്യത്ത് നിസ്കരിക്കുന്നവരെ കൂടെ നിന്നു. വയുഫറഗ മിൻ ദഫ്നിഹാ, മയ്യത്തിനെ മറവ് ചെയ്യുന്നവരെയും കാത്തിരുന്നു. ഫഇന്നഹു യർജിഉ മിനൽ അജ്രി ബിഖീറാതൈൻ കുല്ലു ഖീറാത്തിൻ മിസ്ല ഉഹുദിൻ, ഉഹുദ് മലയോളം വരുന്ന 2 മലകളോളം പ്രതിഫലങ്ങളുമായിട്ടാണ് അയാൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ 2 മയ്യത്താണെങ്കിലോ 4 മലയോളം, 3 മയ്യത്താണെങ്കിലോ 6 മഹാമലകളോളം, ഓരോ 2 ഖീറാത്ത് പ്രതിഫലം അവർക്കുണ്ട്. ഒരു ഖീറാത്ത് എന്ന് പറയുന്നത് ഉഹുദ് മലയോളം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മയ്യത്തിനെ സന്ദർശിക്കാൻ ചെല്ലുന്നത് നീയത്തിനെ പറ്റി പറഞ്ഞു, ഈമാനൻ വഹ്തിസാബൻ. അവിടെ പോകുന്നത് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും ഒരു മയ്യത്തിനെ സന്ദർശിച്ചാൽ എനിക്ക് കൂലി കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുമാണ്. അങ്ങനെ പോയാൽ, ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്, മയ്യത്തിനടുത്ത് എത്ര ആൾ വന്നു, ആ മരിച്ച വീട്ടിലെ ആൾ പോലും മക്കൾ പോലും ചിലപ്പോൾ ചർച്ച ചെയ്യാതായിരിക്കും. മയ്യത്ത്, വാപ്പാൻ്റെ മയ്യത്ത് കാണാൻ ഇന്നാൾ വന്നു, ഇന്ന ആൾക്കാരൊക്കെ വന്നു, ആ പേരങ്ങനെ പറഞ്ഞിരിക്കുക. അവിടെ അല്ലെ ദിക്റും ചൊല്ലിയ പോലെ ആ വരുന്നവരോട് മുഴുവനും ഈ മേന്മയാണ് പറയാ, ഈ പൊലിമ പറയാ. ആരൊക്കെ വന്നു, എത്ര എണ്ണം ആളുകൾ, ഏതെല്ലാം രാഷ്ട്രീയ സാംസ്കാരിക ദീനീ രംഗങ്ങളിലെ ആളുകൾ വന്നു, അതൊരു പെരുമ പറയുന്നൊരവസ്ഥയായി മാറുകയാണ്. പിന്നെ ആളുകൾ തന്നെ ജനാസയുടെ അനുഗമിക്കുമ്പോഴത്തെ ആ ഫോട്ടോയിൽ വരണം, അല്ലെങ്കിൽ എൻ്റെ സന്ദർശനം രേഖപ്പെടുത്തപ്പെടണം, ആളുകൾ അറിയണം എന്ന ചിന്തയിൽ പോകുന്നത്, അതൊക്കെ ഇതിന് പോകും. അതാണ് ഈമാനൻ വഹ്തിസാബൻ. റമളാനെ സംബന്ധിച്ച് പറഞ്ഞെടുത്തും അങ്ങനെയാണ്. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും പടച്ചവനെ വിശ്വസിച്ചുകൊണ്ടും നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞ കാലത്തെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. ആലോചിച്ച്, കഴിഞ്ഞ കാലത്തെ തെറ്റുകളൊക്കെ പുറത്ത്, നമ്മൾക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല ഏതൊക്കെ തെറ്റാ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. ചെറുദോഷങ്ങൾ കേട്ടോ, വലിയ പാപങ്ങൾ എന്ന് പറയുന്ന വൻ പാപങ്ങൾക്ക് തൗബ വേണം, നിർബന്ധമാണ്. അശ്ശിർക്കു ബില്ലാഹ്, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത്, സിഹ്ർ ചെയ്യുന്നത്, കള്ളസാക്ഷിത്വം പറയുന്നത്, പലിശ ഇടപാടുകൾ, ഇത്തരം വിഷയങ്ങളൊക്കെ വൻപാപങ്ങളിൽ എണ്ണിയതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലാത്തതെല്ലാം അല്ലാഹു തആല ഓരോരോ മൗസുമിൽ ഖൈറാത്ത്, നന്മയുടെ ഓരോരോ സീസൺ കൊണ്ട് അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. നോമ്പെടുക്കുമ്പോൾ പറഞ്ഞു ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേക ആ രാവിലെ പ്രാർത്ഥന, അത് ഇൻഷാ അല്ലാഹ് തസ്ബീഹ് നിസ്കാരങ്ങൾ ഉണ്ടാവും, ഖുർആൻ പാരായണങ്ങൾ ഉണ്ടാവും, ദുആ ഉണ്ടാകും. പിന്നെ പറഞ്ഞു മൻ ഖാമ റമളാൻ, റമളാനിലെ തറാവീഹ്, റമളാനിലെ നിസ്കാരങ്ങൾ, റമളാനിലെ സുന്നത്ത്, റമളാനിലെ തഹജ്ജുദ്, ഖിയാമുൽ ലൈലുകൾ, ഇതൊക്കെ പറഞ്ഞെടുത്ത് ഈമാനൻ വഹ്തിസാബ, അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അല്ലാഹുവിനിക്ക് പ്രതിഫലം തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ചെയ്തതാണെങ്കിൽ തെറ്റുകൾ പുറത്ത് ഇല്ലേ, ഒറ്റ നടന്നു ഉറക്കുപോയി, അത്രേ ഉണ്ടാവുള്ളൂ. ഈമാനൻ വഹ്തിസാബൻ. ومن صلى عليها ثم رجع إلى بيته فإنه يرجع بقيرات من الأجر مثل جبل أحد نجراه. ഒരു മയ്യത്തിന്റെ കൂടെ പോകുന്ന ആളിനെ അല്ലാഹു തആല പ്രതിഫലം നൽകും. ഈമാനൻ വഹ്തിസാബൻ കൂടെ പോയാൽ, മറവ് ചെയ്യുന്നവരെ കൂടെ നിന്നാൽ 2 മലയോളം, ഉഹുദ് മലയോളം പ്രതിഫലം. നിസ്കാരം കഴിഞ്ഞു പോകുന്നു, മറവ് ചെയ്യാൻ അതുവരെ കാത്തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ 1 ഖീറാത്ത് അവർക്ക് ലഭിക്കും. ഓരോ ഖീറാത്തും മിസ്ലു ജബലി ഉഹുദിൻ, ഉഹുദ് മലയോളം ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധിക്കുമെങ്കിൽ. പിന്നെ നമ്മുടെ വാപ്പ മരിച്ചുപോയി, ഉദാഹരണം പറയാം, അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. ഉമ്മ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക, അവർക്കിനി എന്ത് ഉപകാരം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും? വാപ്പയോട് കുടുംബബന്ധം ചേർത്തണം എന്നൊരു മനുഷ്യന് ആഗ്രഹമുണ്ടെങ്കിൽ, മൻ അഹബ്ബ അൻ യസുല അബാഹു ഫീ ഖബ്രിഹി, വാപ്പ ഖബറിലാണ്, ഖബറിൽ കിടക്കുന്ന വാപ്പയെ നമുക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റൂലല്ലോ. ആ വാപ്പയോട് സിലത്തുർ റഹീം, കുടുംബബന്ധം ചേർത്തണമെന്ന് ഒരു മനുഷ്യന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. വാപ്പ മരിച്ചുപോയിട്ടുണ്ട്, വാപ്പയെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മളൊക്കെ ചെറുപ്രായത്തിലായിരിക്കെ വാപ്പ മരിച്ചുപോയി, അല്ലെ ഉമ്മ മരിച്ചുപോയി. ആ വാപ്പക്കിനി എങ്ങനെ പടച്ചോനിക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുക? പലപ്പോഴും
നമ്മൾ ഗൾഫിലുള്ള ആളുകളൊക്കെ സങ്കടപ്പെടുന്നൊരു വിഷയം അങ്ങനെയാണ്. പടച്ചോനെ, കഷ്ടപ്പാടിൻ്റെ കാലത്താണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിപ്പോകുന്നത്. എൻ്റെ ഉമ്മയും ഉപ്പയെയും ഒരു നല്ല വീട്ടിൽ നിന്ന് കിടത്തി ഉറക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ. അവർക്കൊരു AC ഇട്ട് കൊടുത്തിട്ട് തണുപ്പിച്ചിട്ട് ഉറക്കാൻ. ഉമ്മ വലിയ ചൂടെടുക്കുന്ന ആളായിരുന്നു. വാപ്പക്ക് എപ്പോഴും വിശറി വേണമായിരുന്നു. ഒരു AC വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വണ്ടിയിൽ എൻ്റെ ഉപ്പാനെ കൊണ്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഉപ്പാക്കും ഉമ്മാക്കും രണ്ടുപേർക്കൊന്ന് ഉംറ ചെയ്യാനോ ഹജ്ജ് ചെയ്യാനോ എന്നെ കൊണ്ട് അന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പം എല്ലാ സൗകര്യങ്ങളൊക്കെ ആയി, പക്ഷെ അവർ വിട പറഞ്ഞു പോയല്ലോ പടച്ചോനെ, ഇനി എന്ത് ചെയ്തു കൊടുക്കും? അങ്ങനെയൊക്കെ ആളുകൾക്ക് സങ്കടം വരാം. അതിനൊരു പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹബ്ബ അൻ യസ്ല അബാഹു ഫീ ഖബ്രിഹി, ഖബറിൽ കിടക്കുന്ന വാപ്പയോട് കുടുംബബന്ധം ചേർത്തണം, വാപ്പയ്ക്ക് ഉപകാരം ചെയ്യണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽ യസ്ൽ ഇഖ്വാന അബീഹി മിൻ ബഅദിഹി, വാപ്പയുടെ മരണശേഷം വാപ്പയുടെ സഹോദരങ്ങളോട് കുടുംബബന്ധം ചേർത്തിയാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയ്ക്ക് ജ്യേഷ്ഠനുണ്ടോ അനുജനുണ്ടോ, അവർക്ക് ഉപകാരം ചെയ്യും. അവരില്ലേ, വാപ്പയ്ക്ക് പെങ്ങളുണ്ടോ ജ്യേഷ്ഠത്തിയുണ്ടോ അനിയത്തിയുണ്ടോ അമ്മായിയുണ്ടോ, അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക. വാപ്പയെ നമ്മൾ കണ്ടാൽ വാപ്പയ്ക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വാപ്പയുടെ ജ്യേഷ്ഠനോ അനുജനോ ചെയ്തു കൊടുത്താൽ, വാപ്പയുടെ പെങ്ങൾക്കോ സഹോദരിക്കോ ജ്യേഷ്ഠത്തിക്കോ അനിയത്തിക്കോ ചെയ്തു കൊടുത്താൽ സ്വന്തം വാപ്പയ്ക്ക് ചെയ്ത പ്രതിഫലം അതുകൊണ്ട് അള്ളാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ മരിച്ചുപോയി, ആ ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ട ഉപകാരം ഉമ്മയുടെ ജ്യേഷ്ഠത്തെയോ അനിയത്തിയോ മൂത്തമ്മയോ ഇളയമ്മയോ അവർക്ക് ചെയ്തു കൊടുത്താൽ അതിന് കൂലി കിട്ടും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു കേസ് വന്നു. ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി ഇബ്നു ഉമർ തങ്ങളെ, വലിയ തെറ്റ് ചെയ്തു പോയി, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ വലിയ ആലിമാണ്. സ്വഹാബികളിൽ ആലിമീങ്ങളായ സ്വഹാബികളുണ്ട്, ആലിമീങ്ങൾ അല്ലാത്ത സ്വഹാബികളുണ്ട്. സ്വഹാബികളിൽ ഉലമായിൽപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ. സെയ്ദ് ഇബ്നു സാബിത്ത് തങ്ങൾ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് എന്നവർ, ആ ഒരു കാറ്റഗറി ഉണ്ട്. അവരൊക്കെ ആലിമീങ്ങളുടെ കാറ്റഗറിയാണ്. അങ്ങനത്തെ ഒരു മഹാനാണ് ഉമർ തങ്ങളുടെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അല്ലെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയണം. റളിയല്ലാഹു അൻഹുമാ, കാരണം ഇബ്ൻ ഉമർ, ഉമർ എന്നവരുടെ മകൻ. അപ്പോൾ ഇബിൻ മകനും സ്വഹാബിയാണ്, ഉമർ എന്നവരും സ്വഹാബിയാണ്. അതുകൊണ്ട് റളിയല്ലാഹു അൻഹു എന്ന് പോരാ, എന്ത് പറയണം? റളിയല്ലാഹു അൻഹുമാ, അവർ രണ്ടുപേരെയും അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്നാണ് അർത്ഥം വരിക. മഹാനവറുകളോട് വന്ന് പറഞ്ഞു, ഇബ്നു ഉമർ എന്നവരെ റളിയല്ലാഹു അൻഹുമാ, ഞാൻ വലിയൊരു തെറ്റ് അസ്വബത്തു ദംബൻ, വലിയൊരു തെറ്റ് ചെയ്തു പോയി, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പം മഹാനവറുകൾ ഇങ്ങനെ തല താഴ്ത്തിയിട്ട്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല, ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉമ്മക്ക് ഖാലത്തുകളുണ്ടോ, ഉമ്മയുടെ അനുജത്തിയോ ജ്യേഷ്ഠത്തിയോ ഉണ്ടോ എന്ന് ചോദിച്ചു. ആ, മൂത്തമ്മുണ്ട് എന്ന് പറഞ്ഞു. സുൽ, നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയോട് അവർക്ക് നീ ഉപകാരം ചെയ്തു കൊടുക്കുക, അവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുക, അവരെ പോയി സന്തോഷിപ്പിക്കുക. ഫഇന്നൽ ഖാലത ബിമൻസിലത്തിൽ നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഉമ്മയുടെ സ്ഥാനത്താണ് ഇളയമ്മയും മൂത്തമ്മയും ഉമ്മയുടെ മരണശേഷം. അതുകൊണ്ട് നിന്റെ ഉമ്മാക്ക് നീ ഒരു ഖിദ്മത്ത് ചെയ്തു കൊടുത്താൽ അള്ളാഹു ആ തെറ്റ് നിനക്ക് മാപ്പാക്കി തന്നേക്കും. റസൂലുള്ളാഹി തങ്ങൾ അതാണ് പറയാറുള്ളത്, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാൻ. ഉമ്മ ജീവിച്ചിരിപ്പില്ല, ആ ഉമ്മയുടെ ജ്യേഷ്ഠത്തെയോ അനിയത്തിയോ ഉണ്ട്, നീ അവർക്ക് സേവനം ചെയ്തു കൊടുക്കുക, നിന്റെ തെറ്റ് അള്ളാഹു പുറത്തു തരുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഉമ്മയും വാപ്പയും വല്യപ്പയും വല്യമ്മൊക്കെ ഉണ്ട്, അവർക്കൊക്കെ തലയടിച്ച് കൊന്നാൽ എന്ത് ചെയ്യും? വല്ലാത്തൊരു ലോകമാണ്, ഭയങ്കര ഡേഞ്ചറാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ല, ആ മനുഷ്യൻ അല്ല ഇത് പ്രവർത്തിക്കുന്നത്, മയക്കുമരുന്നാണ്. ഒരു ബോധമുള്ള മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യും. ജീവുള്ള മനുഷ്യന്മാരെങ്ങനെ അടിച്ചു കൊല്ലോ? ബോധം ഉണ്ടാവില്ല. 12 വയസ്സുള്ള ചെറുക്കൻ പറയാണ്, ഒരു കല്ലുവെട്ടിക്കുഴിയിൽ കുറച്ച് ചെറുക്കന്മാർ അവിടെ എന്തോ മയക്കുമരുന്ന് അടിക്കുന്നുണ്ട് എന്നൊരു വിവരം കിട്ടിയപ്പോൾ ഒരു അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാൾ അവിടെ പോയിട്ട് എന്താണ് ഇവർക്ക് പണിയെന്ന് നോക്കാൻ വേണ്ടി പട്ടാപ്പകൽ ഒരു കല്ലുവെട്ടിക്കുഴിയിൽ ചെറുപ്പക്കാർ കുട്ടികൾ. അപ്പോൾ 12-13 വയസ്സുള്ള ചെറുക്കൻ പറയണല്ലോ, ഇങ്ങോട്ട് വരണ്ട എന്നല്ലേ പറഞ്ഞത്? ഇയാൾക്കും അത്ഭുതമായി. 40-40 വയസ്സുള്ള മനുഷ്യനോടെ പറയണത്, ഇങ്ങോട്ട് വരണ്ട എന്നല്ല പറയണത്. ആരാ? മീശ മുളക്കാത്ത ചെക്കൻ. അപ്പം അവനിത് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇയാൾ രണ്ടും കൽപ്പിച്ച് എന്താണ് ഇവിടെ നടക്കുന്നത്? അവൻ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, ഒരു കല്ലുവെട്ടിക്കുഴിയാണ്. അപ്പം അങ്ങോട്ട് നടന്ന്, ഇതിപ്പോൾ ഒരാഴ്ച മുമ്പ് നടന്ന കഥയപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങോട്ട് ഇയാൾ നടന്നു ചെന്നു. അപ്പോൾ ഈ കുട്ടികൾ മയക്കുമരുന്നടിച്ച് കിടക്കുന്നത് ഇയാൾ കണ്ടു, അവർക്ക് ബോധമുണ്ട്. അപ്പോൾ ഈ ചെറുക്കൻ വിളിച്ചു പറയാണ്, കാച്ചിക്കളഞ്ഞേക്ക്, കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, ഇനി രക്ഷയില്ല. എന്തേ പറഞ്ഞു? ഈ മനുഷ്യനെ തട്ടിയേക്ക്, ഈ മനുഷ്യനെ കൊല്ലുന്ന്.
എന്നാൽ നമ്മൾ മയക്കുമരുന്ന് അടിച്ച് ഇയാളെ കണ്ടല്ലോ, ഇനി നമുക്ക് രക്ഷയില്ല. ആരോഗ്യമുള്ളതുകൊണ്ട് അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. നോക്കണം, അവരുടെ ചിന്ത പോകുന്ന പോക്ക് നോക്കണം. ഇനി ആളെ തട്ടിക്കളഞ്ഞേക്ക്, അതാണല്ലോ പറയാ. നമ്മളെ കണ്ടല്ലോ, വരണ്ടാന്ന് പറഞ്ഞ അയാൾ വന്നില്ലേ, ഇനി നമുക്ക് രക്ഷ ഉണ്ടാവില്ല, അതുകൊണ്ട് ആളെ ജീവൻ എടുക്കുക. ഇത് പറയുന്നത് മീശ മുളക്കാത്ത കുട്ടികൾ. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് ഹിദായത്ത് നൽകട്ടെ. പൈസ യഥേഷ്ടം നമ്മുടെ മക്കളുടെ കൈകളിൽ വരാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ അവസരങ്ങൾ തുറന്നു വന്നതാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ പഠിക്കുന്നവർക്കൊക്കെ അള്ളാഹുവിൻ്റെ വലിയ കാവൽ അള്ളാഹു നൽകട്ടെ. അത്തരം കെണികളിൽ ചെന്ന് പെട്ടവർക്ക് അള്ളാഹു വളരെ പെട്ടെന്ന് മോചനം നൽകട്ടെ. വളരെ പെട്ടെന്ന് അള്ളാഹു മോചനം നൽകട്ടെ. വല്ല ജ്യൂസിലോ വെള്ളത്തിലൊക്കെ കലക്കി കൊടുത്തിട്ട് അഡിക്റ്റായി പോവാൻ, പിന്നെ ഈ മക്കൾക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ശരീരം നശിച്ചു പോവല്ലേ, ബോധം നഷ്ടപ്പെടുകയാണ്. ഒരു മണമോ രുചിയോ ഗന്ധമോ ഇല്ലാതെ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ സ്വത്വം മുഴുവൻ നഷ്ടപ്പെട്ടിങ്ങനെ ഒരു യന്ത്രമായി നിൽക്കുന്ന അവസ്ഥയായിരിക്കും ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് നാം പറയാം. ഒരു കടകുമണി പോലത്തെ സാധനം 2-3 മണികൾ വായിലിട്ടാൽ കഴിഞ്ഞു. പിന്നെ മണിക്കൂറുകളോളം അവർ വേറെ ഏതോ ലോകത്താണ്. അവർക്കറിയില്ല എന്താ ചെയ്യുന്നത്, എന്താ പ്രവർത്തിക്കുന്നത്, അവർക്കറിയുന്നില്ല. ഇഞ്ചക്ഷനും സിറിഞ്ചും ബ്ലേഡുമായി നടക്കുന്ന മനുഷ്യ കുട്ടികളിൽ നിന്നാണ് ബ്ലേഡ്. അഥവാ ഇതിൻ്റെ ക്രൈവിങ് വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്നു, ആ മുറിവിലേക്ക് പൊടി വെക്കുന്നു കുറച്ച് നേരത്തേക്ക്. തരക്കേടില്ല, ഇവർ പറയുന്ന ടെൻഷൻ അടിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ ഇതൊരു പരിഹാരമാണെങ്കിൽ ഓക്കെ. എന്നാൽ പിന്നെ നമുക്കൊന്ന് ആലോചിച്ചോ, എന്താ ഇവ പറയുന്നതിന് വല്ല ന്യായമുണ്ടോ? ടെൻഷൻ അടിച്ച മനുഷ്യൻ കള്ളുപിടിച്ച് അതുകൊണ്ട് പരിഹാരമാവുന്നുണ്ടോ? ആ ബോധം തെളിഞ്ഞാൽ വീണ്ടും ആ പ്രശ്നത്തിൽ തന്നെയല്ലേ അയാൾ നിൽക്കുന്നത്. വെറുതെ പിശാച്ച് മനുഷ്യനെ വഴിപഴപ്പിക്കുക. എന്ത് തന്നെയാണെങ്കിലും ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും എന്ത് കാരണം കൊണ്ടും ഒരൽപ്പം പോലും നുണഞ്ഞു നോക്കൽ പോലും ഹറാമാണെന്ന് ശരീഅത്ത് പറഞ്ഞതാണ്. മാ യുസ്കിറു കസീറുഹു ഫഖലീലുഹു ഹറാം. ഏതൊരു സാധനം നിങ്ങൾക്ക് ഇൻ എ ഗ്രേറ്റർ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ മേക്ക് യു ഇൻടോക്സിക്കേറ്റഡ്, അത് ഒരു ലെസർ ക്വാണ്ടിറ്റി പോലും നിങ്ങൾക്ക് ഹറാമാണ്. കുറച്ച് കൂടുതൽ എടുത്താൽ ഒരു കിക്ക് വരുമോ, അത് കുറച്ച് ഉപയോഗിക്കലും ഹറാമാണ്. നുണഞ്ഞു നോക്കൽ ഹറാമാണ്. ടേസ്റ്റ് എന്താണെന്ന് നോക്കൽ പോലും ഹറാമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാതാപിതാക്കളോട് കുടുംബ ബന്ധം ചേർത്തണം എന്ന് പറയാണ് ശരീഅത്ത്. മാതാപിതാക്കളുടെ മരണശേഷം അവരുടെ ചോരബന്ധമുള്ള ജ്യേഷ്ഠാനുജന്മാർ, അനിയത്തിമാർ, ജ്യേഷ്ഠത്തിമാർ, അവർ വാപ്പയുടെ സ്ഥാനമാണ് അവർക്ക്, അല്ലെങ്കിൽ ഉമ്മയുടെ സ്ഥാനമാണ്. അവർക്ക് നിങ്ങൾ ചെയ്യുന്ന ഉപകാരം കൊണ്ട് അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. നോക്കണേ, ജന്മം നൽകി വാപ്പയായി ഉമ്മയായി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് ഇതൊക്കെ. വാപ്പയായിട്ടുണ്ട്, ഉമ്മയായിട്ടുണ്ട്, അത് മതി. അതുകൊണ്ടാണ് വാപ്പാക്കും ഉമ്മാക്കും സേവനം ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലമായി ശരീഅത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നത്. പിതൃത്വം അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത്, ഒരു കുഞ്ഞിനെ അന്നവും വെള്ളവും വെളിച്ചവും വിദ്യാഭ്യാസവും കൊടുത്ത് വളർത്തിയെടുക്കുന്നത് ചെറിയൊരു ടാസ്ക് അല്ല. അതിനാണ് അള്ളാഹു ഒരു ഉമ്മയുടെ കാലിൻ്റെ താഴെ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കാൻ കാരണം. ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ അവർക്ക് ലേബർ പെയിൻ ഉണ്ടാവും, പ്രസവത്തിൻ്റെ വേദന ഉണ്ടാവും, സ്റ്റിച്ച് പൊട്ടുന്നുണ്ടാവും. ഉടനെ തന്നെ മറ്റൊരു ഗർഭം കൂടെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും കോംപ്ലിക്കേഷൻ ആകാം. കൈകാലുകൾക്ക് ഞരമ്പ് വലിഞ്ഞു മുറുക്കുന്ന ഞരമ്പുകൾ തടിച്ചു വരുന്ന അസുഖങ്ങൾ വരാം. ഭക്ഷണം ഛർദ്ദിച്ചു പോകുന്നുണ്ടാകും, ഭക്ഷണം കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഉറക്കം വരുന്നുണ്ടാവില്ല. ഈ യാതനകളൊക്കെ സഹിക്കുന്നത് അവരുടെ കാലിൻ്റെ താഴെ അള്ളാഹു സ്വർഗം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്ന ഒരൊറ്റ ഹദീസ് കൊണ്ട് തീർന്നു ആ വേദനയൊക്കെ, അല്ലേ? അവർക്ക് സ്വർഗമാണ്. മാതാപിതാക്കളുടെ കാലിൻ്റെ താഴെ, മാതാവിൻ്റെ ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ, ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്, നിന്റെ ഉമ്മയുടെ അടുത്ത് പോ, ആ ഉമ്മയുടെ കാലിൻ്റെ താഴെ സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രസവിച്ചപ്പോഴാണ് കിട്ടുന്നത്, അല്ലേ? ജന്മം നൽകിയപ്പോൾ കിട്ടിയതാണ്. വാപ്പ എന്ന് പറയുന്നത് ഫഇന്നഹു ഔസതു അബ്വാബിൽ ജന്ന, ഹി ഈസ് ദ മിഡിൽ ഡോർ ഓഫ് ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള വാതിലാണ്. ഇൻ ശിഅത, നീ വേണമെങ്കിൽ അവിടെ പിടിച്ചു വെച്ചോ, അല്ലെങ്കിൽ നീ ഒഴിവാക്കിക്കോ, അത് നിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ വാപ്പ സ്വർഗത്തിന്റെ നടുവിലെ വാതിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹബ്ബ അൻ യസ്ല അബാഹു ഫീ ഖബ്രിഹി, ഖബറിൽ കിടക്കുന്ന വാപ്പക്ക് ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയസ്ൽ ഇഖ്വാന അബീഹി മിൻ ബഅദിഹി, വാപ്പയുടെ മരണശേഷം വാപ്പയുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുക്കുകയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് അങ്ങനെയാ തങ്ങൾ പെരുമാറിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ബീവിയുടെ മരണശേഷം ബീവിയുടെ കൂട്ടുകാരികൾക്ക് തങ്ങൾ സമ്മാനങ്ങൾ കൊടുത്തയക്കുമായിരുന്നു. ഇഖ്വാനു ഖദീജ കാനത്ത് അചീന അയ്യാമ ഖദീജ. ഒരു വല്യമ്മ വന്നു, പ്രായമുള്ളൊരു ഉമ്മ, ഒരുപാട് നേരം ഹബീബിനോട് സംസാരിച്ചു, നല്ല പ്രായമുള്ളൊരു ഉമ്മ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിച്ചു, പൊന്നാര നബിയെ, ആ പ്രായമുള്ള ഉമ്മയോട് അങ്ങ് ഒരുപാട് നേരം അവരുടെ പരാതിയും സംശയവും ചോദ്യങ്ങളൊക്കെ കേട്ട് ഒരുപാട് സമയം അങ്ങ് ചെലവഴിച്ചല്ലേ? അതേ ആയിഷ, എനിക്കൊരു സംശയം തങ്ങളെ, അങ്ങേക്ക് അവരെ എങ്ങനെ അറിയാന്ന് ചോദിച്ചു. ഖാനത്ത് അചീന അയ്യാമ ഖദീജ. അതാ മറുപടി. ഖദീജ ബീവി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖദീജയെ കാണാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരാറുണ്ടായിരുന്നൊരു പെണ്ണായിരുന്നു അവര്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സമ്മാനം കിട്ടിയാലും എൻ്റെ ഖദീജ ജീവിച്ചിരിപ്പില്ലല്ലോ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറയും. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളരെ സഹികെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, പൊന്നാര നബിയെ, ഇങ്ങനെ മരണശേഷം പോലും നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് ആ ഹംറാ ഉഷ്ദിഖൈൻ, തൊണ്ണ് ചമന്നു പോയിരുന്ന, പല്ല് പൊഴിഞ്ഞു പോയിട്ടേ, അന്ന് വെപ്പ് പോലൊന്നുമില്ലല്ലോ, പല്ല് പോയിട്ട് തൊണ്ണ് കണ്ടിരുന്ന, ചെമന്ന തൊണ്ണുണ്ടായിരുന്ന ഒരു പ്രായമുള്ള ഒരു പെണ്ണായിരുന്നില്ലേ ഖദീജ ബീവി? ആയിഷ ബീവി കണ്ടിട്ടില്ല ഖദീജ ബീവിയെ റളിയല്ലാഹു അൻഹുമ. ആയിഷ ബീവി കണ്ടിട്ടില്ല ഖദീജ ബീവിയെ. ബീവി പറയാറുണ്ട്, എനിക്ക് ഇത്ര അസൂയ തോന്നി വേറെ ഭാര്യ നബി തങ്ങൾക്കില്ല. ഞാൻ ഖദീജ ബീവിയെ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഖദീജ തങ്ങൾ ബീവിയോട് പുണ്യനബി കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നബി തങ്ങളോട്, നബി തങ്ങളെ വഖദ് അബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജ ബീവിയേക്കാളും ഖൈറായവരെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലേ എന്ന് പറഞ്ഞ് ബീവി സ്വന്തത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, ഇല്ല, ഒരിക്കലുമില്ല, എൻ്റെ ഖദീജയെക്കാളും നിങ്ങൾക്കൊന്നും ഖൈറാവാൻ പറ്റിയിട്ടില്ല. വഖാനലി മിൻഹാ വലദ്, എനിക്ക് മക്കൾ ജനിച്ച എൻ്റെ ഭാര്യയാണ് അവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വാസാനി ബിമാലിഹാ വനഫ്സിഹ, അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും എനിക്ക് ആശ്വാസം തന്നിരുന്ന മഹദിയാണത്. അവരുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എൻ്റെ മനസ്സിന് താങ്ങും തണലുമായിരുന്ന മഹദിയായിരുന്നു ഖദീജ. അത്രയൊന്നും നിങ്ങളെ കൊണ്ടായിട്ടില്ല ആയിഷ ബീവി എന്ന് ആ പ്രായമായ വാർദ്ധക്യത്തിൽ മരിച്ചുപോയ ഖദീജ ബീവിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ റമളാനാണ്, ഖിയാമുൽ ലൈലും രാത്രി നിസ്കാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു പ്രതിഫലം കിട്ടാനുള്ള, കൂലി കിട്ടാനുള്ള മറ്റൊരു മാർഗം രാത്രി ഖിയാമുൽ ലൈൽ നമ്മൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ അത് തഹജ്ജുദാണ്. രാത്രി ഉറങ്ങിയാൽ തന്നെ തഹജ്ജുദിൻ്റെ കൂലി കിട്ടും. ഇപ്പോൾ ഇശാമാരിയുടെ ഇടയിൽ ഉറങ്ങാൻ പാടില്ലെന്നാണ്, ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. ആൾക്ക് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ തഹജ്ജുദിൻ്റെ കൂലി കിട്ടുന്നതാണ്. പക്ഷേ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, രാത്രി ഉറക്കം വരുന്നില്ല, എന്ത് ചെയ്യും? റെഡ് ബുൾ അടിച്ചിട്ടോ എന്തുകൊണ്ടാണ് നല്ല ഉറക്കം വരുന്നില്ല? അല്ലെങ്കിൽ പകലിഷ്ടം പോലെ ഉറങ്ങിയ ആളാണ്, രാത്രി ഉറക്കം വരുന്നില്ല. അങ്ങനത്തെ ഒരാൾക്ക് നിസ്കരിച്ചൂടെ? നിസ്കരിക്കും. അതിന് തഹജ്ജുദ് എന്ന് പറയില്ല, ഖിയാമുൽ ലൈൽ എന്ന് പറയും, രാത്രി നിസ്കാരം എന്ന് പറയും, കുഴപ്പമൊന്നുമില്ല. രാത്രി ഉറങ്ങി നിസ്കരിക്കുമ്പോൾ തഹജ്ജുദ് എന്ന് പറയും, ഇല്ല ഖിയാമുൽ ലൈൽ. രണ്ടും ഏകദേശം ഒരേ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിർബന്ധമായും ബ്രഷ് ചെയ്തിട്ടേ നിസ്കരിക്കാൻ നിൽക്കാവൂ. സുബഹിക്ക് മുമ്പൊക്കെ നമ്മൾ ആ വാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ തഹജ്ജുദിൻ്റെ കൂലി കിട്ടും. പക്ഷേ ബ്രഷ് ചെയ്യണം, അത് മറക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അതിഞ്ഞ് രാവിലെ ആ ജോലിക്ക് പോകുന്ന ആ നേരത്തന്നെ ബ്രഷ് ചെയ്യാം. ഉസ്മാൻ അങ്ങനെ അതിലേ തലാട്ടുന്നുണ്ട്. അപ്പം ഉസ്മാൻ അങ്ങനെ ചെയ്യണ്ട, എണീക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ബ്രഷ് ചെയ്യുക, എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുക. വീണ്ടും ഉറങ്ങി വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്യണം. റമദാനൊക്കെ ആവുന്ന പേസ്റ്റ് ഉപയോഗിക്കേണ്ട, അല്ലാണ്ടൊന്ന് വായ വൃത്തിയാക്കാമല്ലോ. വായിൽ ദുർഗന്ധമുണ്ടെങ്കിൽ വായ എന്ത് ചെയ്യണം? വൃത്തിയാക്കണം. പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ റമദാൻ്റെ പകലിൽ അതെങ്ങാനും തൊണ്ടയിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ നോമ്പ് ബാത്തിലാവും. അപ്പോൾ വെറുതെ റിസ്ക് നിൽക്കേണ്ടെന്ന് മാത്രം. ഓക്കെ. പക്ഷെ വായക്ക് നാറ്റം തോന്നുന്നുണ്ടോ? അപ്പോൾ വായുടെ നാറ്റം അള്ളാഹുവിൻ്റെ അടുത്ത് കസ്തൂരിയേക്കാൾ ഗന്ധമുണ്ട് എന്നാണ് ഹദീസ്. അത് വിചാരിച്ച് ആ കസ്തൂരി എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കണം എന്നൊന്നും അതിന് പറഞ്ഞിട്ടില്ല. മനുഷ്യന്മാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ദുർഗന്ധമായിരിക്കും, പക്ഷെ അള്ളാഹിൻ്റെ അടുത്തത് വലിയ പുണ്യമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നോമ്പുകാരൻ്റെ നോമ്പ് എന്ന ത്യാഗം കൊണ്ടുണ്ടാകുന്ന ദുർഗന്ധം പോലും സുഗന്ധമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിർബന്ധമായും ബ്രഷ് ചെയ്യണം. അതിന് വലിയ കൂലിയാണ്. അള്ളാഹുവിൻ്റെ മലക്ക് നമ്മുടെ വായുടെ അടുത്ത് വന്ന് വായ വെക്കും, നമ്മുടെ വായോട് ചേർത്ത് മലക്കിൻ്റെ വായ വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ഖാമ അഹദുകും യുസല്ലി മിനൽ ലൈൽ ഫൽയസ്തക്, നിങ്ങൾ ആരെങ്കിലും രാത്രിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഫൽയസ്തക്,
സിവാക്ക് ഉപയോഗിക്കണം, മിസ്വാക്ക് ഉപയോഗിക്കണം. ഫഇന്ന അഹദകും ഇദാ ഖറഅ ഫീ സ്വലാത്തിഹി, നിങ്ങൾ ആരെങ്കിലും നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ വദഅ മലക്കും മിനൽ മലായികതി ഫാഹു അലാ ഫീഹി, മലക്കിന്റെ വായ നിങ്ങളുടെ വായയോട് ചേർത്ത് വെക്കും. വലാ യഖ്റുജു മിൻ ഫീഹി ഷൈഉൻ ഇല്ലാ ദഖല ഫമൽ മലിക്, വായയിൽ നിന്ന് നമ്മൾ എന്തുച്ചരിക്കുന്നുണ്ടോ ആ വചനങ്ങൾ മലക്കിന്റെ വായയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമാ യഖ്റഉ ഇല്ലാ ഫീ വഇദാ ലം യസ്തന്ന, നമ്മൾ മിസ്വാക്ക് ചെയ്യാതെയാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത്, വായയിൽ നാറ്റമുണ്ടെങ്കിൽ അത്വാഫ ബിഹി വലം യദഅ ഫാഹു അലാ ഫീഹി, വായ നാറ്റമുള്ളവരുടെ അടുത്ത് മലക്ക് വന്ന് നിൽക്കും, പക്ഷേ വായയോട് ചേർത്ത് വെക്കുകയില്ല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു മിസ്വാക്ക് ചെയ്താൽ ഇത്ര പ്രതിഫലം ഉണ്ടല്ലോ. ഒരു മലക്ക് നമ്മുടെ വായയോട് മലക്കിന്റെ വായ ചേർത്ത് വെക്കുന്നു. അതൊരു ഇൻവിസിബിൾ റലമിൽ ജീവിക്കുന്ന മഹാന്മാരാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ. സ്വഹാബിമാരൊക്കെ ഒരുപാട് മലക്കുകളെ കണ്ടു. ബദറിലൊക്കെ 5000 മലക്കുകൾ ഇറങ്ങിയിടത്തൊക്കെ അഖ്ബിൽ യാ ഹൈസൂം, സഅദ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ എൻ്റെ മുമ്പിൽ ഒരു ശത്രു ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഞാൻ പോകുമ്പോഴേക്കും ചാട്ടവാറിൻ്റെ ഒരു അടി കണ്ടു. എൻ്റെ കയ്യിൽ ചാട്ടവാറില്ലായിരുന്നു. അടിയുടെ ശബ്ദം കേട്ടു, മുഖത്തിൻ്റെ ഒരു മാർക്കും ചോരയും. തങ്ങളോട് വന്ന് പറഞ്ഞു കൊടുത്തു. തങ്ങൾ പറഞ്ഞു, ദാക മലക്കും മിനൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കിൽപ്പെട്ടൊരു മലക്കാണത്. പിന്നെയുണ്ട് വേറൊരു ഒരു വിളിയാളം കേൾക്കുന്നു, അഖ്ബിൽ യാ ഹൈസൂം, ഹൈസൂം മുന്നോട്ട് പോ. ആരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയേ സ്വല്ലല്ലാഹു അലൈഹി, ഞാൻ ഇങ്ങനെ കേട്ടു, അഖ്ബിൽ യാ ഹൈസൂം, ഹൈസൂമേ മുന്നോട്ട് പോ. ദാക മലക്കുൻ മിനൽ മലായിക, അത് അള്ളാഹുവിൻ്റെ മലക്കിൽപ്പെട്ടൊരു മലക്കിന്റെ പേരാണ് ഹൈസൂം. ആ മലക്ക് യുദ്ധത്തിൽ ആ മലക്കിനോട് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി മലക്കുകളുടെ നേതാവ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. സഹാബികളൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട് അവർ. ലുബാബ എന്ന് പറയുന്ന ഒരു മഹദി, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ലുബാബ ബീവി. അബൂ റാഫിഅ തങ്ങളൊരു കഥ പറയുന്നുണ്ട്. അവര് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അബൂ ലഹബ് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ബദറിൽ കൊല്ലപ്പെട്ട ആളല്ല. അബൂ ലഹബ് തങ്ങളുടെ മുത്താപ്പയായിരുന്ന ആൾ, പക്ഷേ ദുഷ്ടനായിരുന്നു. തബ്ബത്തി യദാ അബീ ലഹബിൻ വതബ് എന്ന് പറഞ്ഞു. മുഖം ഭയങ്കര പ്രകാശമായിരുന്നു അബൂ ലഹബിന്. ഭയങ്കര ഭംഗിയുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അബൂ ലഹബ് എന്ന് പറയാൻ കാരണം തന്നെ. ലഹബ് എന്ന് പറഞ്ഞാൽ ഫ്ലെയിം, തീനാളം എന്നാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് കവിളിൽ ചുവപ്പുണ്ട്. ഒരു ചുവപ്പ് എന്ന് പറയുന്നത് കുട്ടികളെ പൗഡർ ഇട്ട് ചുവപ്പിക്കൂലേ, അത് ഒറിജിനൽ നാച്ചുറലായിട്ടുണ്ടായിരുന്നു മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ മഹാനല്ല ആര്, അബൂ ലഹബിന് അള്ളാഹു ലഅനത്ത് ചെയ്ത ആളാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, ഹബീബായ തങ്ങളുടെ മുത്താപ്പ. ഞാൻ ആ പറഞ്ഞ വാക്ക് പഴച്ചപ്പോഴേ ഞാൻ ഓർക്കുക, ഞങ്ങളുടെ ഉസ്താദ് തൊയ്യിഫ് ഐസി ഉസ്താദ് CH ഹൈദറുസ് മുസ്ലിയാരുടെ മോനെ തൊയ്യിഫയിൽ കുറേ കാലം ദുബൈ സുന്നി സെൻറ്ററിലുണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദ് നല്ല പ്രഭാഷകനായിരുന്നു. ഞങ്ങൾക്ക് 2 വർഷം ദാറുൽ ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രഭാഷണ കലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉസ്താദ് ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. നമ്മൾ പറയുന്നിടത്ത് എന്തെങ്കിലും തെറ്റിപ്പോയാൽ അതിനെ ശരിയാക്കാനുള്ള ഒരു കഴിവ്, അതിനെ സെന്റൻസ് കൊണ്ട് കവർ ചെയ്യണമെന്ന. ഇപ്പോൾ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞു തുടങ്ങി. അബൂലഹബിനെ പറ്റിയാണ് പറയാൻ പോണത്. അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ അബൂലഹബ് അങ്ങനെ പോണെന്നാണ്. ഇബ്ലീസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു തുടങ്ങേണ്ടതാണ്. അത് പറയാതെ വേറെ ഏതെങ്കിലും ഒരു പ്രയോഗത്തിലൂടെ തോന്നുക, അങ്ങനെ കയറിപ്പോവുകയാണെങ്കിൽ മഹാനായ പുണ്യ നബിയുടെ ശത്രുവായിരുന്ന ഇബ്ലീസ്. അപ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്യണം. അങ്ങനെ അല്ല, സോറി അറിയാൻ പറ്റില്ലല്ലോ അത് പറയുമ്പോഴേ. അത് അയച്ചാങ്കുച്ചം പറഞ്ഞുതരാം, അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഒരു സ്കില്ല് വേണമെന്ന് പണ്ട് സാഹിത്യ സമാജത്തിന് വേദ പറയാൻ നിൽക്കുമ്പോൾ, പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു തന്നത്, കുറേ കൊല്ലത്തെ മുമ്പത്തെ കഥയെ പറയണത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ ഉസ്താദിന്. എൻ്റെ ഉസ്താദും കൂടിയാണ്. അതിലേറെ സൗഹൃദമുള്ളൊരു ഉസ്താദാണ്. വളരെ സൗഹൃദം, അങ്ങനെയാണ് ഞങ്ങൾ, ചങ്ങാത്തമാണ്, എല്ലാ തമാശയും പറയും. അങ്ങനത്തെ ഒരു മഹാൻ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ആമീൻ. അപ്പോൾ ലുബാബ ബീവിന്റെ കഥ. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്ന് ബദർ യുദ്ധത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ പക്ഷത്തായിരുന്നു. ബദർ യുദ്ധത്തിന്റെ ചരിത്രം പറയേണ്ട സമയമല്ല, ഓർമ്മകളാണ് പറഞ്ഞോട്ടെ.
ഇതെന്തിനാ പറയണമെന്നറിയോ? ഞാൻ മറന്നാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരും ഈ വേള സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ ഉമ്മമാരും പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ടാവും, യാത്ര ചെയ്യുന്നവരൊക്കെ. ഒരുപക്ഷെ ഞാൻ എവിടെ പറഞ്ഞു എന്ത് പറഞ്ഞു എന്ന് പോലും ഞാൻ മറന്നുപോയത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഇൽമ് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ഒരുപക്ഷെ നിങ്ങൾ മറന്നാലും കേൾക്കുന്നവർ നല്ല ഓർമ്മയുള്ളവരുണ്ടാവും. അപ്പോൾ ആ ഇൽമ അവിടെ നിലനിൽക്കൂലേ? അതിനു വേണ്ടി. അപ്പോൾ നമ്മുടെ റമദാന്റെ കോണ്ടെക്സ്റ്റ് നല്ലത് ഈ മലക്കുകളുടെ വിഷയം വന്നപ്പോൾ ഓർമ്മ വന്നതാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, പിന്നെ അബ്ബാസ് റളിയല്ലാഹു ഭയങ്കര സൈസുള്ള ആളായിരുന്നു, ഭയങ്കര ഹൈറ്റും വെയിറ്റ് ആയിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ മിനിമം 2 മൈൽ അപ്പുറത്ത് കേൾക്കുമായിരുന്നു എന്നാ. അപ്പോൾ ഒരു 3.5 കിലോമീറ്റർ കേൾക്കും, 3 കിലോമീറ്ററൊക്കെ അപ്പുറത്തേക്ക് എന്തായിരിക്കും ആ സൗണ്ട്. ഭയങ്കരമായ ആജാനുബാഹുവായ ആളായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ എളാപ്പയാണത്. നബി തങ്ങളുടെ ഉപ്പ അബ്ദുല്ലാഹി തങ്ങൾക്ക് അവർ വഫാത്തായതിന് ശേഷം ജനിച്ചു എന്നോ അല്ലെങ്കിൽ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. തങ്ങളുടെ ഉപ്പയുടെ അനുജനാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു, തങ്ങളുടെ എളാപ്പയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഭയങ്കര ഹൈറ്റായിരുന്നു. അപ്പോൾ അബുൽ യുസ്ർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നൊരു സ്വഹാബി ഉണ്ട്, അബുൽ യുസ്ർ. അവർ ഭയങ്കര ഹൈറ്റ് കുറഞ്ഞൊരാളായിരുന്നു, വളരെ ഹൈറ്റ് കുറേ, കുട്ടീൻ്റെ അത്രയേ ഉള്ളൂ. ഒരു 5-6 വയസ്സായ കുട്ടിയുടെ ഹൈറ്റ് എന്താണോ നോർമൽ, അത്ര ഹൈറ്റ് ഉണ്ടായിരുന്ന ആളാണ് അബുൽ യുസ്ർ റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധത്തിൽ അബ്ബാസ് എന്നവരെ യുദ്ധം ചെയ്യാൻ വന്നത് ശത്രുപക്ഷത്താ. പക്ഷെ അന്ന് മഹാനവറുകൾ മുസ്ലിമായിരുന്നു, അത് ഇസ്ലാം മറച്ചു വെച്ചതായിരുന്നു. തങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ല, ആയുധമെടുത്തിട്ടില്ല, പക്ഷെ ശത്രുപക്ഷത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അബ്ബാസ് എന്നവരെ പിടിച്ചു കൊണ്ടുവരികയാണ് അബുൽ യുസ്ർ റളിയല്ലാഹു അൻഹു. ഇത് കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഈ ഹൈറ്റില്ലാത്ത ഈ ചെറിയ ആളെങ്ങനെ ഇത്ര വലിയ ആജാനുബാഹുവായ മനുഷ്യനെ കയറും കെട്ടി കൊണ്ടുവരാൻ, നടത്തിക്കൊണ്ടുവരാൻ? എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാവരും ചോദിച്ചു ഇതെങ്ങനെ? അങ്ങനെ മഹാനവറുകൾ നബി തങ്ങളോട് പറഞ്ഞു, പൊന്നാര നബിയെ, ഞാൻ അന്ന് ശത്രുപക്ഷത്തുള്ളവരെ ഒളിച്ചോടുമ്പോൾ, യുദ്ധക്കളം വിട്ട് ഓടിക്കളയുമ്പോൾ, പരാജയപ്പെടുമ്പോൾ യുദ്ധ തടവുകാരെ പിടിച്ചുകൊണ്ടുവരും. ആ പിടിച്ചുകൊണ്ടുവരലായി കൊണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്കിത് എങ്ങനെ സാധിച്ചു എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഇത് എന്നെ കൊണ്ട് പറ്റിയതല്ല. ഞാൻ അബ്ബാസ് എന്നവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരാൾ കയറിട്ട് പിടിച്ച് എൻ്റെ മുമ്പിലേക്ക് വലിച്ചു തന്ന് കയറ് പിടിച്ചിട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞതാ നബിയെ, ഞാൻ അതും പിടിച്ചു പോകുന്നതാണ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ മലക്കുകൾ ചെയ്തതായിരുന്നു. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മക്കയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അബൂലഹബ് ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ പരാജയം ഉൾക്കൊള്ളാൻ കഴിയാതെ. അപ്പോൾ മഹാനായ അബൂ റാഫി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അന്ന് മുസ്ലിമാണ്, പക്ഷേ അന്ന് ഇസ്ലാം മറച്ചു വെക്കുകയാണ്. ലുബാബ ബീവിയും, അബ്ബാസ് എന്നവരുടെ ഭാര്യ ലുബാബ ബീവിയും മുസ്ലിമച്ചാണ്, പക്ഷെ അവർ ആരും അറിയാതെ ഇസ്ലാം ഉള്ളിലാണ്. അബ്ബാസ് എന്നവർ മുസ്ലിമാണ്, പക്ഷേ ഖുറൈശിയുടെ കണക്കിൽ അവരൊക്കെ അവരുടെ പക്ഷത്താണെന്ന് അവരുടെ തോന്നല്. അങ്ങനെ അബൂ റാഫി എന്നവർ യുദ്ധത്തിൻ്റെ കഥ പറയാണ്. അപ്പൊ ഈ മലക്കുകളെ കണ്ട കഥ പറഞ്ഞു. ഞങ്ങൾ ബദറിലെത്തിയപ്പോൾ ഭീകരന്മാരായ ആളുകൾ ഞങ്ങൾക്കിടയിലൂടെ നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ മനുഷ്യരല്ല, നല്ല വെള്ള തലപ്പാവുള്ള, നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ കണ്ണിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് കാഫിര്യങ്ങളാണ് കണ്ടത്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ അബൂലഹബ് അബൂ ലുബാബയുടെ തലക്കൊരടി കൊടുത്തു. നീ അവരെ വല്ലാതെ പൊക്കി പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു അടി കൊടുത്തു. ഈ അടിച്ചപ്പോൾ ലുബാബ ബീവി കൈ കിട്ടിയ ഒരു വടി കൊണ്ട് അബൂ ലഹബിന്റെ തലക്കും കൊടുത്തു. പിന്നെ ബോധം തെളിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ കോണ്ടെക്സ്റ്റ് എന്താ? അബൂ റാഫി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കണ്ട ഈ അത്ഭുതങ്ങൾ അദ്ദേഹം അബ്ബാസ് എന്നവരിത് കേൾക്കുകയാണ്. അബ്ബാസ് എന്നവർക്ക് അറിയാം ഇവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെയല്ല, ഇസ്ലാം സത്യമാണ്, പുണ്യനബി സത്യസന്ധരായ നബിയ. അത് മഹാനവൾക്കും അറിയാം, ബീവി ലുബാബ ബീവിക്കും അറിയാം. പക്ഷെ അവരാരും എന്ത് ചെയ്തിട്ടില്ല, പുറത്തു പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ബദറിൽ നടന്ന ഈ മലക്കുകളുള്ള കാഴ്ചയൊക്കെ ശത്രുക്കൾ പോലും കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശത്രുക്കൾ പോലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കാരണം. സ്വഹാബികൾ കണ്ടിട്ടുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ ശരിക്കും കണ്ടിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം കുതിരയുടെ മൂക്ക് കയറി പിടിച്ച് പോകുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ തങ്ങൾ പറയാൻ, നബിയെ തുടങ്ങിക്കോളൂ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ തങ്ങൾ മുമ്പിൽ ഓടിയിട്ടുണ്ട് കുതിരയുടെ മൂക്ക് കയറി പിടിച്ചിട്ട്. ഇതൊക്കെ നടന്ന സ്ഥലമാണത്. യാ അല്ലാഹ്. അതുകൊണ്ട്
അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ വായിലേക്ക് വായ ചേർത്ത് വെക്കും എന്ന് പറഞ്ഞു. എപ്പോ? രാത്രി നിസ്കാരത്തിന് മിസ്വാക്ക് ചെയ്ത് ബ്രഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിസ്കരിക്കാൻ നിൽക്കുക. ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. മനുഷ്യർക്ക് പ്രയാസമുള്ളത്, മനുഷ്യർക്ക് അനുഭവിക്കാൻ ബുദ്ധിമുട്ടുള്ളത് മലക്കുകൾക്കും അനുഭവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ പച്ചയായ ഉള്ളിയോ ഒക്കെ തിന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കരുത് എന്ന് പറയാം. വായ വൃത്തിയാക്കണം. സംഗതി നല്ലത്, കൊളസ്ട്രോൾ പോകാനൊക്കെ നല്ലതായിരിക്കും ഈ പച്ച ഉള്ളിയൊക്കെ. പക്ഷേ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അതൊരു ദുർഗന്ധമുള്ള അവസ്ഥയാണെങ്കിൽ നിർബന്ധമായും വായ വൃത്തിയാക്കിയിട്ട് നിസ്കരിക്കാൻ നിൽക്കാവൂ. ജമാഅത്തിന് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഓരോരുത്തർക്കും സുജൂദിൽ ഇങ്ങനെ കിടക്കുമ്പോഴൊരു ഏമ്പക്കം വിടാൻ എന്തൊക്കെ ടേസ്റ്റായെന്ന് വരിക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒന്ന് ഓവറായിട്ട് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ബ്രഷും ചെയ്യാതെ വന്നിട്ട് ദുർഗന്ധം ഉണ്ടാക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കരുത്. കാരണം മനുഷ്യർക്ക് ബുദ്ധിമുട്ടുള്ള മലക്കുകൾക്ക് ബുദ്ധിമുട്ടാണ്, മലക്കുകൾക്ക് പ്രയാസം ഉണ്ടാവുന്നുണ്ട്. തങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. മനുഷ്യർക്ക് ബുദ്ധിമുട്ടുള്ളത് മലക്കുകൾക്ക് പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ പരിഗണിക്കണം. അതുകൊണ്ട് വായ വൃത്തിയാവണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വീട്ടിലേക്ക് വന്ന് ആദ്യം ചെയ്യുന്ന പണി എന്താ? ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ ആദ്യം ചെയ്യൽ എന്താണെന്നറിയോ? ബ്രഷ് ചെയ്യും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ യാത്രയിൽ നമുക്ക് ബ്രഷ് ചെയ്യാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. ദീർഘയാത്രയോ മുസഫി പോയി വരുമ്പോൾ അങ്ങ് ബ്രഷ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്. ദീർഘയാത്ര പോകുമ്പോൾ തങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ബ്രഷ് ചെയ്യും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം തങ്ങളുടെ മഹല്ലിലെ മസ്ജിദിൽ 2 റക്അത്ത് നിസ്കരിക്കും. അതൊരു സുന്നത്താണ് കേട്ടോ. ഗൾഫിൽ നിന്നൊക്കെ നമ്മൾ നാട്ടിലേക്ക് പോവാണ്, നമ്മുടെ മഹല്ലിലെ ഇപ്പോൾ കക്കാടക്ക പോലെ കക്കാടത്തെ പള്ളിയിൽ നിസ്കരിക്കുക. അപ്പോൾ അവിടുത്തെ പള്ളിയിൽ നിസ്കരിച്ചിട്ട്, കണ്ണൂർ കക്കാടുണ്ട്, മലപ്പുറത്തും ചെമ്മാടും കക്കാടുണ്ട്, കണ്ണൂർ കക്കാടാണ്. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് പോവുക. ഓർമ്മ ഉണ്ടല്ലോ, ഞങ്ങൾ ചെയ്തേക്കാം. സത്താർച്ച കുന്നുംകയിൽ പള്ളിയില്ലേ ഉണ്ട്, മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ മഹല്ലിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോവുക, എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ബ്രഷ് ചെയ്യുക. അത് തങ്ങളുടെ സുന്നത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പിന്നെ കുട്ടികളെടുക്കേ കളിപ്പിക്കേ. ഉസ്മാൻ ഇപ്പോൾ നാട്ടിൽ പോകാൻ പുതിയ തുടങ്ങിയാണ്, ഇപ്പോൾ വന്നിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലെ ഇവിടെ ഒരുപാട് ആളുകൾ വർഷങ്ങളായി പോകാൻ പറ്റാത്തവരുണ്ട്. അള്ളാഹുവിൻ്റെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കട്ടെ. ഒരുപാട് വെറുതെ കേസിൽ കൊടുക്കും, ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, വെറുതെ നിരപരാധികളായിരിക്കും, പക്ഷേ കോടതിക്ക് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ജയിലിൽ കിടക്കുന്ന ആളുകൾ, നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത ആളുകൾ, ഒരുപാട് കോംപ്ലിക്കേഷൻ, പേപ്പർ വർക്ക് ശരിയാവാത്ത ആളുകൾ, അള്ളാഹുവർക്കൊക്കെ മോചനം നൽകട്ടെ. അള്ളാഹുയുടെ വിഷയങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ. നമ്മുടെ സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്ന റഹീം അടക്കം ഒരുപാട് ആളുകൾ, എല്ലാവർക്കും അള്ളാഹു വളരെ പെട്ടെന്ന് മോചനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. إذا تطهر الرجل ثم مر إلى المسجد يرعى الصلاة ما خرجه إلا الصلاة كتب له كاتبه بكل خطوة يخطوها إلى المسجد 10 حسنات. ഇമാം അഹ്മദ് എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ പറയുകയാണ്, ഇദാ തതഹറ റജുലു, പുരുഷന്മാർ പള്ളിയിലേക്ക് പോയിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഇദാ തതഹറ റജുലു, ഒരു പുരുഷൻ ശുദ്ധി വരുത്തി, സുമ്മ മറ ഇലൽ മസ്ജിദ്, എന്നിട്ട് പള്ളിയിലേക്ക് നടന്നുപോയി. വീട്ടിൽ നിന്ന് ഒതുടുത്ത് പോവുക. പള്ളിയിൽ പോയാൽ ഒതുടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിൽ നമുക്ക് ഒതുടുക്കാൻ സൗകര്യമുണ്ടോ ആ സൗകര്യം ഉപയോഗപ്പെടുത്തി വീട്ടിൽ നിന്ന് ഒതുകൊടുത്ത് പോകുന്നത് വലിയ കൂലിയാണ്. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും പള്ളിയിൽ ഒതുകൊടുക്കുന്നതിനേക്കാളും കൂലി വീട്ടിൽ നിന്ന് ഒതുകൊടുത്ത് പോകലാണ്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഖുബാ പള്ളിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മൻ തതഹറ ഫീ ബൈതിഹി ثم أتى هذا المسجد فصلى فيه. വീട്ടിൽ നിന്ന് ഉളു എടുത്തിട്ട് റൂമിൽ നിന്ന് ഉളു എടുത്തിട്ട് മസ്ജിദ് ഖുബയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ, ദുഹാ നിസ്കരിച്ചാൽ ഉംറയുടെ കൂലിയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വീട്ടിൽ നിന്ന് ഉളു എടുത്ത് വരിക. ഇവിടെയും അങ്ങനെയാ പറയുന്നത്, ഇദാ തതഹറ റജുലു ثم مر إلى المسجد يرعى الصلاة, നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും നിസ്കാരം ആഗ്രഹിച്ചുകൊണ്ടും പള്ളിയിലേക്ക് നടന്നുപോയി. മാ അഖ്റജഹു ഇല്ല الصلاة, നിസ്കരിക്കാൻ വേണ്ടി പോയതാണ് ആ പള്ളിയിലേക്ക്. കതബലഹു കാതിബുഹു, തോളിലിരിക്കുന്ന നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകൾ ഉണ്ടല്ലോ, റഖീബ് അലൈഹിസ്സലാം, നന്മ എഴുതുന്ന മലക്ക് ഓരോ കാൽവെപ്പിനും 10 ഹസനാത്തിൻ, 10 നന്മകളായി രേഖപ്പെടുത്തുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഖാഇദു യർഅസ്സലാ, നേരത്തെ എത്തി, ബാങ്ക് കൊടുക്കാൻ സമയമുണ്ട്, ഇഖാമത്തിന് സമയമുണ്ട്, നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ ഇരിക്കുന്നതും വലിയ കൂലിയാണ്. അൽ ഖാഇദ്, ഇരിക്കുന്ന ആള്,
കൽ ഖാനിതി യുക്തബു മിനൽ മുസല്ലീൻ, രാത്രി നിസ്കരിക്കുന്ന ആളുടെ കൂലിയാണ്. ഖിയാമുൽ ലൈലോ തഹജ്ജുദോ രാത്രി നിസ്കരിക്കുന്ന ഒരാളിന് കിട്ടുന്ന കൂലി നേരത്തെ പള്ളിയിൽ പോയി ഇഖാമത്ത് പ്രതീക്ഷിച്ച് അവിടെ ഇരുന്നാൽ കിട്ടുന്നു. അത് വെറുതെ ഇരിക്കുന്ന ഇരുത്തമല്ല, നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലും കൂലിയാണ്. വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചു വരുന്നത് വരെ രാത്രി നിസ്കരിച്ച കൂലി കിട്ടും. അത്രയും സമയം രാത്രിയിൽ നിസ്കരിച്ച കൂലി കിട്ടും നിസ്കാരം പ്രതീക്ഷിച്ചിരുന്നാൽ അവിടെ. അതുകൊണ്ട് ഇത്തരം ചില സുന്നത്തുകളൊക്കെ മത്രൂഖാൽ ആളുകൾ അറിയാതെ ശ്രദ്ധിക്കാതെ പോകുന്ന സുന്നത്തുകളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക ഈ റമളാനിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖസ്ലത്താൻ, രണ്ട് വിഷയം. ലാ യുഹാഫിദു അലൈഹിമാ അബ്ദുൻ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ അത് കൊണ്ടു നടന്നാൽ ദഖലൽ ജന്ന, അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ വഹുമാ യസീർ, അത് വളരെ എളുപ്പമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, അവർക്ക് സ്വർഗ്ഗമുണ്ട്. ഈ സ്വർഗ്ഗം ഉണ്ടെന്ന് പറയുമ്പോഴേ യൂട്യൂബുകാർ അപ്പം ക്യാപ്ഷൻ ഉണ്ടാക്കി വിടും, ദാ സ്വർഗ്ഗം കിട്ടാൻ ദാ ഇത്ര ചെയ്താൽ മതി എന്ന്. ഓരോർക്ക് ആളുകൾ കാണലേ ആവശ്യമുള്ളൂ. 5 വക്ത് നിസ്കരിക്കാത്ത ആൾ ഈ തസ്ബീഹ് ചൊല്ലി നടന്നാൽ സ്വർഗ്ഗം കിട്ടുമോ? സ്വർഗ്ഗം കിട്ടാൻ ഒരുപാട് പണില്ലേ. സ്വർഗത്തിലേക്ക് പോകാൻ ഒരുപാട് നിസ്കാരം, നോമ്പും, ഹജ്ജും, സക്കാത്തൊക്കെ ചെയ്യണം. ചതി ചെയ്യാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, വഞ്ചന ചെയ്യാൻ പാടില്ല, മാതാപിതാക്കളെ വെറുപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്യരുത്, അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യുകയും വേണം. പുറമെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഫദീലത്തുള്ള ദിക്റും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ. അതിന് ശേഷം വരുന്നതാണ്. ഇപ്പോൾ ഒരു നിസ്കാരം ചെയ്യാത്ത ആളുകൾ ഈ ക്യാപ്ഷൻ കാണും, ഇത് ചെയ്താൽ നിങ്ങളെ കാര്യം നടക്കും. അങ്ങനെ സംഭവമൊന്നുമില്ല. അള്ളാഹുവിന് മുത്തഖീങ്ങളായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ചില കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും. ആ പറഞ്ഞ പോലെ ജീവിക്കുന്ന ആൾ ഈ ദിക്ർ ചൊല്ലിയാൽ കിട്ടും. അല്ലാതെ നിസ്കാരമില്ല, നോമ്പുമില്ല, ഈ ദിക്ർ ചൊല്ലി നടന്നാൽ കിട്ടുമോ? അതുകൊണ്ട് ഈ ചില ടൈറ്റിൽ ഭയങ്കര വിറ്റാണ്. ടൈറ്റിലാണ്ട് കണ്ടാൽ വിചാരിച്ച ഭയങ്കര സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ ആ പറഞ്ഞ വിഷയം ഉണ്ടാവില്ല, ആ പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. അവർക്ക് അത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം, തോണ്ടണം, ഒന്ന് ക്ലിക്ക് ചെയ്യണം, അപ്പോൾ അതിന് പൈസ കിട്ടും. ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുക, ഇതാണ് ഇപ്പം നടക്കുന്ന പരിപാടി. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത് ആ ഒരു ക്യാപ്ഷൻ വെക്കുന്ന ആൾക്കാർ ഇനിയിപ്പോൾ ഇതൊക്കെ വരും, നാളെ വരും ചിലപ്പോൾ. 2 കാര്യം ചെയ്താൽ സ്വർഗ്ഗം ഉറപ്പാണ്. അപ്പോൾ നോമ്പ് നിസ്കാരമൊന്നും ഇല്ലാതെ ഇത് പോയിട്ട് ചെല്ലാൻ നിൽക്കും. അങ്ങനെയല്ല. നിസ്കാരവും നോമ്പും അള്ളാഹു പറഞ്ഞ എല്ലാ റുക്നുകളും ഫർളുകളും എടുക്കുകയും അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്തിട്ട് ഇളാഫത്തൻ അലാ ദാലിക്, എന്നിട്ട് നമ്മൾ ചെയ്യുന്ന നന്മക്കാണ് ഈ കൂലിയൊക്കെ. ഖസ്ലത്താനി, 2 ഗുണങ്ങൾ. ലാ യുഹാഫിദു അലൈഹിമാ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന, അത് നിരന്തരം കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്. എന്താ ഈ നിരന്തരം എന്ന് പറഞ്ഞാൽ? നമ്മൾ അറിഞ്ഞേടം മുതൽ, മറന്നുപോയാൽ ഓർമ്മ വന്നേടം മുതൽ തുടരുക എന്നല്ല. അപ്പം ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലത്തേക്ക് തിരിച്ചു പോകാൻ കഴിയില്ലല്ലോ. വി കനോട്ട് ട്രാവൽ ബാക്ക് ഇൻ ടൈം. നമുക്കത് സാധ്യമല്ല. നമുക്ക് അറിഞ്ഞയിടം മുതൽ, അറിവ് കിട്ടിയിടം മുതൽ അത് കൊണ്ടു നടക്കണം. ഇത് 2 വളരെ എളുപ്പമാണ്. ഇത് 2 കൊണ്ടു നടക്കുന്നവർ കുറച്ചേ ഉള്ളൂ. കുറച്ചാളുകളെ ഇത് സ്ഥിരം ചെയ്യുന്നുണ്ടാവുള്ളൂ. യുസബ്ബിഹുല്ലാഹ ഫീ കുല്ലി ദുബുരി സ്വലാത്തിൻ 10. യുസബ്ബിഹുല്ലാഹ ഫീ കുല്ലി ദുബുരി സ്വലാത്തിൻ 10. എല്ലാ നിസ്കാരം കഴിഞ്ഞാലും 10 തവണ സുബ്ഹാനല്ലാഹ് 33 ചൊല്ലണമെന്നാണ്. 33 പറ്റാത്ത ഒരാൾ 10എങ്കിലും ചെയ്യണം എന്നാ പറഞ്ഞത്. 33 ചുരുക്കി 10 ആക്കിയിട്ടുണ്ട, 33 തന്നെ ചൊല്ലണം. അതിനാണ് കൂലി. 33-നാണ് പ്രതിഫലം. ഇതിനും കൂലിയാണ്. 10-ന് ഇത്ര ഉണ്ടെങ്കിൽ 33 എത്രയായിരിക്കും? യുസബ്ബിഹുല്ലാഹ ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ 10 വയഹ്മിദുഹു 10. 10 തവണ അൽഹംദുലില്ലാ ചൊല്ലുന്നത്. വയുകബ്ബിറുഹു 10. 10 തവണ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നത്. ഫദാലിക 50 വ100 ബിൽ ലിസാൻ, നാവ് കൊണ്ട് അത് 150 ആണ്. 150 അല്ലേ? നാവ് കൊണ്ട് 150 ആണ്. എങ്ങനെ? 5 വക്ത് നിസ്കാരത്തിൽ കൂട്ടി നോക്കി അല്ലേ? 3 5 15 0 150. ഓരോ നിസ്കാരം കഴിഞ്ഞാലും 10 സുബ്ഹാനല്ലാഹ്, 10 അൽഹംദുലില്ലാ, 10 അല്ലാഹു അക്ബർ. നമ്മൾ തിരക്ക് പിടിച്ച് ഓടുകയാണ്. മിനിമം അത്രയെങ്കിലും അവിടെ ഇരുന്നിട്ട് ചൊല്ലുക. അതിനാകെ 1 മിനിറ്റ് വേണ്ട, അത്രയേ വേണ്ടു. 10 സുബ്ഹാനല്ലാഹ്, 10 അൽഹംദുലില്ലാ, 10 അല്ലാഹു അക്ബർ. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നാവ് കൊണ്ട് അത് 150 ആവുന്നുള്ളൂ. എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്തത് വലിയ പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു വയുകബ്ബിറു 34 ഇദാ അഖദ മദ്ജിഅഹ്, ഉറങ്ങാൻ കിടക്കുമ്പോൾ 34 തവണ അല്ലാഹു അക്ബർ ചൊല്ലുന്നത്.
വയഹ്മിദു 33 അൽഹംദുലില്ലാഹി വയുസബ്ബിഹു 33 സുബ്ഹാനല്ലാഹി. അപ്പോൾ സുബ്ഹാനല്ലാഹ് ആദ്യം പറയാം, പിന്നെ അൽഹംദുലില്ലാഹ്, പിന്നെ അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് 33 ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. അത് വിരൽ കൊണ്ട് അടയാളം വെച്ചിട്ട് തന്നെ ചൊല്ലുക. എണ്ണം പഴക്കരുത്. നമ്മൾ പറയാറുണ്ട് എണ്ണം കൂടുക കുറയുക എന്നത് അത് അള്ളാഹു നിശ്ചയിച്ച ഒരു കണക്കാണത്. ഈ ലോക്ക് ചാവി തിരിക്കണ പോലെ, എൻ്റെ പല്ല് പോലെ, വെറുതെ രസത്തിനൊരു പല്ല് ഏറട്ടാവും, അത് തുറയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, കണക്ക് അല്ല പറഞ്ഞ കണക്ക് തന്നെ നിൽക്കണം എന്നാണ്. അപ്പോഴാണ് അത് മിഫ്താഹായി മാറുള്ളൂ. നീ തെറ്റിപ്പോയി അതിന് പ്രശ്നമില്ല, പക്ഷെ ശ്രദ്ധിക്കണം. 33 തന്നെ, 34 ആയാലും 34. അങ്ങനെ ചൊല്ലുന്ന ആളുകൾ കുറവാണ്. ഇത് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് 10 സുബ്ഹാനല്ലാഹ്, 10 അൽഹംദുലില്ലാഹ്, 10 അല്ലാഹു അക്ബർ. ഉറങ്ങാൻ കിടക്കും, പിന്നെ ഏതായാലും തിരക്കൊന്നുമില്ലല്ലോ. 33 തന്നെ ചൊല്ലും. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. ഇത് ചൊല്ലുന്നവർ, ഇത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നടക്കുന്നവർ, അവർക്ക് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ചോദ്യം എങ്ങനെയാണ്? നിങ്ങൾ ആർക്കെങ്കിലും 2500 നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയോ? 2500 തിന്മയൊന്നും ഇപ്പോൾ ആരും ചെയ്യൂലല്ലോ. 2500 നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു സൗകര്യം നമുക്ക് പഠിപ്പിച്ചു തന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ കൊച്ചു കൊച്ചു അമലുകൾ, നമുക്ക് വലിയ പ്രയാസമുള്ള ഒന്നും ഞാനിവിടെ പറയുന്നില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നോമ്പ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഏറെക്കുറെ കമ്പാരിറ്റീവ്ലി നാട്ടിലത്തെ അവസ്ഥയിൽ നോക്കിയാൽ ചൂടൊക്കെ കുറഞ്ഞ കാലാവസ്ഥയാണ്. നോമ്പ് നോൽക്കാൻ പ്രയാസമുള്ള ആളുകൾ, നോമ്പ് എടുക്കാൻ പറ്റാത്ത അസുഖമുള്ളവർ സാധിക്കുമെങ്കിൽ ഖളാ വീട്ടും. അത് ഖളാ വീട്ടുന്നത് സ്വാഭാവികമായും തണുപ്പ് കാലത്തായിരിക്കും. തണുപ്പ് കാലത്ത് നോമ്പിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സൗമു ഫിശ്ശിതാഇ അൽ ഗനീമത്തുൽ ബാരിദ. തണുപ്പ് കാലത്ത് ധാരാളം നോമ്പെടുക്കാൻ പറ്റുമെങ്കിൽ നോമ്പെടുക്കുക. കാരണം അൽ ഗനീമത്തുൽ ബാരിദ, തണുപ്പ് കാലത്ത് തണുപ്പാണല്ലോ, തണുപ്പിൽ കിട്ടുന്ന ഗനീമത്ത് സ്വത്താണ് തണുപ്പ് കാലത്ത് നോമ്പെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തണുപ്പ് കാലത്തൊരു ഗനീമത്ത് സ്വത്ത്. കാരണം സൂര്യൻ്റെ വെളിച്ചമില്ല, ചൂടില്ല, ദാഹമില്ല, സമയം വളരെ കുറവാണ്. ഒരു 10 മണിക്കൂർ കൊണ്ടൊക്കെ എന്ത് ചെയ്യും, 8-9 മണിക്കൂർ 10 മണിക്കൂർ ആകുമ്പോഴേക്കും അന്ന് രാത്രിയായി കിട്ടും. അത്രയും, അതിലും കുറഞ്ഞ നാടുകളുണ്ട്. 5-6-7 മണിക്കൂർ കൊണ്ട് രാത്രിയാവുന്ന നാടുകളുണ്ട്. അതുകൊണ്ട് തണുപ്പ് കാലത്ത് സുന്നത്ത് നോമ്പ് ധാരാളം വർദ്ധിപ്പിക്കാം. അള്ളാഹു വീട്ടാനുള്ള ആളുകൾ ഇപ്പം വെച്ചിട്ട് ചിലരൊക്കെ എൻ്റെ 6 പോയിരുന്നല്ലോ എന്ന്, അത് കഴിഞ്ഞ് മുത്ത് കൊടുക്കണം. ഒരു കൊല്ലം ഡിലേ ആക്കി കഴിഞ്ഞാൽ ഓരോ നോമ്പിനും മുത്ത് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, തണുപ്പ് കാലത്ത് നിർബന്ധമായും ഇതുപോലെയുള്ള ഖളാ വീട്ടാനുള്ളത് പ്രത്യേകിച്ചും, അല്ലെങ്കിൽ സുന്നത്ത് നോമ്പുകളൊക്കെ തണുപ്പ് കാലത്തേക്ക് നീട്ടിവെച്ചാൽ പ്രയാസമൊന്നുമില്ല. തങ്ങൾ പറഞ്ഞു അതൊരു ഗനീമത്താണ്, അതൊരു തണുത്ത ഗനീമത്താണ് എന്ന് പുണ്യനബി പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തും. ഇവിടെ KMCC പ്രവർത്തകന്മാരിയ്ക്കുന്നുണ്ട്, ഇവിടെ വ്യക്കായ വളണ്ടിയർമാരിയ്ക്കുന്നുണ്ട്, ഇവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മഹല്ലുകളുണ്ട്, സംഘടനകളുണ്ട്, എല്ലാവരും ഉണ്ട്. ഒറ്റ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മപ്പെടുത്താണ്. ഹദീസ് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വരണം. ഇതൊരു മോട്ടിവേഷനോ നിങ്ങൾക്കൊരു ഊർജമോ ആണ്. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അൻഫഉഹും, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളെയാണ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് തരട്ടെ. നിങ്ങൾക്കൊരു പക്ഷേ തടി കൊണ്ട്, സമയം കൊണ്ട്, വാക്കുകൊണ്ട്, ആശ്വസിപ്പിക്കൽ കൊണ്ട് നിങ്ങൾക്ക് ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയേക്കും. പറ്റുന്ന രീതിയിൽ ഉപകാരങ്ങൾ ചെയ്യുക. വഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമല് എന്താണെന്ന് ചോദിച്ചാൽ സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, അള്ളാഹുവിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിന് സന്തോഷം കൊടുക്കലാണ്. ഒരു മുസ്ലിമായ മനുഷ്യന് സന്തോഷം കൊടുക്കുക. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടാവും. ഇപ്പോൾ സത്താർ ശരിക്കുണ്ട്. അപ്പോൾ ജോലി ഉള്ള ആളുകളുണ്ടാവും. അവരെന്ത് ചെയ്യുക, ജോലി ഉള്ള ആളുകൾ ജോലി ഉണ്ട് എന്ന വിഷയം അറിയിക്കുക. നമുക്ക് ഡെസ്കിൽ ഇവിടെ പറഞ്ഞാൽ മുഞ്ഞത് വായിക്കും. ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കുക, ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുക, നമുക്കറിയാവുന്ന കണക്ഷനുകളൊക്കെ ഉപയോഗിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മെ ജോലി ഇല്ലാതെ, ജോലി വിഷമിച്ച്, ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ പരിശുദ്ധ രാത്രിയുടെയും വരാനുള്ള റമദാനിൻ്റെയും ബറക്കത്ത് കൊണ്ട് ഖൈറായ റിസ്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഖൈറായ റിസ്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഖൈറായ റിസ്ക് അള്ളാഹു നൽകട്ടെ. കാരണം അതൊരു വിഷമമാണ്. നമ്മുടെ മുമ്പിൽ ഇരുളടയുന്നൊരു പോലെ തോന്നും. പടച്ചവനെ, എൻ്റെ വരുമാനം നിന്നുപോയല്ലോ, ഞാൻ എന്താ ചെയ്യുക? അത് മനുഷ്യന് വലിയ ടെൻഷൻ ഉണ്ടാക്കും. നിസ്കാരത്തിൽ ശ്രദ്ധ വരില്ല, ഇബാദത്തിന് ആസ്വാദനം ഉണ്ടാവില്ല. ഇനി ക്ലാസ്സിന് ഇരിക്കുകയാണെങ്കിൽ പോലും ഉള്ളിൽ ബേജാറായിരിക്കും. പടച്ചവനെ, നാളെ പിന്നെ ഇൻ്റർവ്യൂക്ക് വിളിക്കുമോ,
വിളിച്ചാൽ ഞാൻ എന്താവും, എൻ്റെ ഇൻ്റർവ്യൂ പാസ്സാവുമോ, ഇങ്ങനെയൊക്കെ വലിയ ടെൻഷൻ. ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയത്തൊരു മൈൻഡ് സെറ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. നമ്മൾ ആ ഫയലും പിടിച്ച് നടക്കുന്നൊരു കാലം അല്ലേ, അത് വല്ലാത്ത ടെൻഷനുള്ള കാലമാണ്. ആളുകളെ സഹായിക്കണം, അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ. എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. അൻഫഅഹും, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർ അല്ലാഹുവിന് ഇഷ്ടമാണ്, അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുക. വഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല് ഈ റമദാനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകുക. എല്ലാ മനുഷ്യന്മാർക്കും ആശ്വാസം നൽകിയാലും കൂലി കിട്ടും. പ്രത്യേകിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ, അവർക്ക് നിങ്ങൾ നൽകുന്ന ആശ്വാസത്തിന് വലിയ പ്രതിഫലമാണ്. ഔ തക്ഷിഫു അൻഹു കുർബ, അല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിഷമം നിങ്ങൾ നീക്കിക്കൊടുക്കുക. ഔ തഖ്ദി അൻഹു ദൈനൻ, അല്ലെങ്കിൽ അവരുടെ കടം നിങ്ങൾ വീട്ടിക്കൊടുക്കുക. കടം കൊണ്ട് പ്രയാസപ്പെടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ കടം വീടാനുള്ള സഹായം ചെയ്തു കൊടുക്കുക. ഔ തത്റുദു അൻഹു ജൂഅൻ, വിശക്കുന്ന ആളാണ്, അവർക്ക് വിശപ്പ് അടക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കുക. മനുഷ്യന്മാരൊക്കെ ചിലപ്പോൾ കണ്ടില്ല, ഈ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തൊക്കെ വിശപ്പുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായിട്ട് എനിക്ക് ഭക്ഷണം തരണേ എന്ന് പറയും. ചിലത് സത്യമായിരിക്കും, ചിലത് കളവായിരിക്കും. ഇത് ഏതാണ് ജെന്യൂന്, ഏതാണ് സത്യം, നമുക്കത് നോക്കി പരിശോധിക്കാനൊന്നും കഴിയില്ലല്ലോ. നിങ്ങളെ കൊണ്ട് പറ്റുമോ, നിങ്ങൾക്കത് ജെന്യൂനാണെന്ന് തോന്നുന്നുണ്ടോ, അവർക്ക് ഒന്നുകിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കുക. അതിന് അള്ളാഹു കൂലി തരും. നമുക്കത് ആഴത്തിലിറങ്ങി സ്ക്രൂട്ടിനി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് തോന്നുന്ന ഒരു കോമൺ സെൻസ് കൊണ്ട് ജഡ്ജ് ചെയ്യാം. അത് പറ്റിക്കാണോ അല്ലേ, പറ്റിക്കാണോ തോന്നിയാൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് മക്കത്ത് നിന്ന് ജിദ്ദയിലേക്ക് വരുമ്പോൾ 2 വർഷമല്ല 4-5 കൊല്ലമായി, കൊറോണയ്ക്ക് മുമ്പ് ഞങ്ങൾ പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോൾ ഒരു ചെറിയ ചെറുപ്പക്കാരൻ ചെക്കൻ, ഒരു 10-16 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി, എൻ്റെ കൂടെ കുഞ്ഞുമോക്കുണ്ട്, കാക്കിയ KMCCയുടെ പ്രസിഡന്റ് സൗദിയിലെ. അപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു യമനി പയ്യനായിരുന്നു അത്. അപ്പോൾ എന്തോ വിശക്കുന്നുണ്ട്, ഉമ്മ അവിടെയാണ്, വാപ്പ അവിടെയാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞുമാക്ക നമുക്ക് എന്തെങ്കിലും സഹായിക്കേണ്ട ചെറുക്കനെന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദ്, ഇതിവിടെ സ്ഥിരമുള്ള പരിപാടിയാണ്, ഈ പമ്പിൽ സ്ഥിരം കാണാറുണ്ട് ഇവനെ. ഞാൻ പറഞ്ഞു, അഥവാ അവന് ഇന്ന് വിശന്നതാണെങ്കിലോ നമുക്കൊന്ന് സഹായിക്കേണ്ടതെന്ന്. അങ്ങനെ വണ്ടി നിർത്തി, ഞങ്ങൾ ജിദ്ദയിലേക്ക് പോവാണ്. വണ്ടി നിർത്തി, ഇവനെ കൈ പിടിച്ചു കൊണ്ടുപോയി. പറഞ്ഞു, നിനക്ക് വിശക്കുന്നുണ്ടല്ലേ, പക്ഷെ നിനക്ക് ആവശ്യമുള്ള ഒരു ഗ്രോസറി ഉണ്ട്, അവിടെ പമ്പിൻ്റെ അടുത്തൊരു ഗ്രോസറി ഉണ്ട്, അവിടെ കയറ്റി കൊണ്ടുപോയി നിനക്ക് വിശപ്പടക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്നാ നീ വാങ്ങിക്കോ. അപ്പം ഇവൻ ഒരു ചാക്കാരി, 5 കിലോ നെയ്യ്, റഹ്മാനായ റബ്ബേ, ഒരു ലോഡ് സാധനം. എന്തിനാ വാങ്ങിക്കുന്ന അറിയാം, ഇത് കച്ചവടക്കാരനെ മറിച്ച് വിൽക്കാനാണ് ചെയ്യണത്. അപ്പോൾ കുഞ്ഞുമോക്ക് പറഞ്ഞു, സ്ഥലം ഇപ്പം മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്, ഇത് ഇവൻ്റെ ആവശ്യമല്ല, ഇത് പറ്റിക്കലാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു, കാരണം അത് ജെന്യൂൻ അല്ല എന്ന് മനസ്സിലായി. അവനവിടെ ഫുഡ് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സാധനം ഇവിടുന്ന് വാങ്ങിച്ചെന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ 1 കിലോ 2 കിലോ ഒന്നല്ല, അങ്ങോട്ട് വാങ്ങിക്കൂട്ടാണ്. ഒരുപാടോ ട്രോളി നിറച്ചു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പെട്രോൾ കോഫി വാങ്ങിക്കാനോ പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ലോഡ് നിറയെ സാധനം, ട്രോളി നിറയെ സാധനം, ഒരു ഗ്രോസറിന്ന്. അപ്പോൾ പറയാം, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ പറയാൻ പറ്റൂല, നമുക്കറിയാം. അപ്പോൾ ആളുകൾ പല നിലക്കാണ്, ഇവിടെ ഉണ്ടാവും അങ്ങനെയൊക്കെ. ചിലർ പേഴ്സ് പോയി എന്നൊക്കെ പറയും, നല്ല അടിപൊളി മിനി കൂപ്പർ കാറിലൊക്കെ വന്നിട്ട് അക്കാരം പറയാം പെട്രോൾ എടുക്കാൻ പൈസ ഇല്ല. ചിലപ്പോൾ പച്ച നുണയായിരിക്കും, ചിലപ്പോൾ സത്യമായിരിക്കും. നമുക്കറിയാൻ പറ്റുമോ? നമുക്കറിയാൻ പറ്റൂലല്ലോ. അറിയുമോ? നമ്മൾ വഞ്ചനയെ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ചെയ്യരുത്. അതവരെ തിന്മയെ പ്രോത്സാഹിപ്പിക്കലാണ്. യാചനയെ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ UAE പ്രത്യേകിച്ചും പാടില്ലെന്ന, യാചനയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്ന്. ഒരു യാചകൻ എന്തെങ്കിലും കൊടുത്താൽ ഇപ്പം നിങ്ങൾക്ക് കേസാവും. അതൊരു പ്രശ്നമാണ്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിങ്ങൾക്കല്ലാതെ അറിയുന്ന ജെന്യുവിൻ കേസുകളുണ്ടോ, വിഷമിക്കുന്ന ആളുകളുണ്ടോ, റൂമിലൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടോ, അവർ നിങ്ങൾ സഹായിക്കുക. റോഡിലൂടെ നമ്മളിത് സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ യാചനയെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് അത് രാജ്യത്തിൻ്റെ അതിൻ്റെ ഒരു സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന കാര്യമാണ്. ഇവിടെ അങ്ങനെ ഒരാളും പട്ടിണി എടുക്കേണ്ട കാര്യമില്ല. ഇവർക്ക് എത്രയോ നാട്ടുകാരാണെങ്കിലും വിദേശികളാണെങ്കിലും അതിൻ്റെയൊക്കെ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് നാടിന് ചീത്തപ്പേരുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നാണ്. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്, നമ്മളും അതിൻ്റെ ഭാഗമാവരുത്. പക്ഷേ നമ്മൾ അറിയുന്ന കേസുകളുണ്ടെങ്കിൽ അവരെ നമ്മൾ വ്യക്തിപരമായി സഹായിക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല അൻ അംശിയ മഅ അഖിൽ മുസ്ലിം. ഞാൻ അവസാനിപ്പിക്കാൻ, ഒരു മുസ്ലിമായ എൻ്റെ സഹോദരൻ്റെ കൂടെ ഞാൻ അവരുടെ ആവശ്യം ഫീ ഹാജതിഹി, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ആവശ്യം നിർവഹിക്കാൻ ഞാൻ അവരുടെ കൂടെ നടക്കുന്നത് അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ബിൽ മസ്ജിദ് ശഹറാ, എൻ്റെ ഈ പള്ളിയിൽ 1 മാസം ഞാൻ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരാളുടെ വിഷമം തീർക്കാൻ അയാളുടെ കൂടെ നടക്കലാണ്. കൂടെ നടന്നാൽ പള്ളിയിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഈ പള്ളിയിലിരിക്കുന്ന ഇഅ്തികാഫിനേക്കാൾ ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നത് ഒരാളുടെ വിഷമം
തീർത്തു കൊടുക്കാൻ വേണ്ടി കൂടെ നടക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി നിങ്ങളുടെ പള്ളി, അതിലെ കൂലി എത്ര? ഒരു നിസ്കാരത്തിന് എത്രയാ കൂലി? 1000 കൂലിയാണ്. വളരെ പവിത്രമായ അള്ളാഹുവിൻ്റെ മസ്ജിദ്, നമ്മുടെ മസാജിദ് സലാസയിലെ 2ാം സ്ഥാനമുള്ള മസ്ജിദ്, ആ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാമുഖ്യം കൊടുത്തത് പ്രയാസമുള്ള ആളുകൾ, രോഗികൾ, കിഡ്നി പേഷ്യൻസ്, ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ, ഇവർക്ക് വേണ്ടിയൊക്കെ സഹായിക്കാനോ ഫണ്ട് ശേഖരിക്കാനോ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനോ നിങ്ങൾ നടക്കുന്നതും ഓടുന്നതും യാത്ര ചെയ്യുന്നതും ഒക്കെ ഇഅ്തികാഫിനേക്കാളും വലിയ കൂലിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒന്നും നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ നിസ്സാരമായിട്ട് വിചാരിക്കരുത്. അത് വലുതാണ്, അത് വലുതാണ്. ആ നന്മ ഒരുപക്ഷെ അടുത്തൊരു തലമുറയിൽ ഉണ്ടാവുമോ നമുക്കറിയില്ല. നമ്മുടെ ഈ തലമുറയിലുണ്ട് അൽഹംദുലില്ലാ. ഒരു വിഷമം വരുമ്പോൾ അത് വയനാട്ടിലെ ദുരന്തമാണെങ്കിലും, നമ്മുടെ നാട്ടിലെ വെള്ളപ്പൊക്കമാണെങ്കിലും, കൊറോണയാണെങ്കിലും, ഫ്ലൈറ്റ് ക്രാഷ് ചെയ്ത സമയത്തുള്ള ആ ദുരന്തമാണെങ്കിലും, എവിടെയും ആളുകൾ ഓടിച്ചെന്ന് സഹായിക്കാൻ കാണിച്ചുന്ന ഒരു സന്മനസ്സുണ്ടല്ലോ. ഇതൊരു പക്ഷേ ഈ ഗെയിം കളിച്ച് നടക്കുന്ന മക്കളൊന്നും അടുത്തൊരു തലമുറ ഇതിനൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. നമുക്കൊന്നും ആ കാലത്തൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജനസേവനം, പുറത്തു നടന്ന് ജനങ്ങൾക്കിടയിൽ ജീവിക്കാൻ ഒരു അവസരമുണ്ടായത് കൊണ്ടാണ് പൊതുപ്രവർത്തകരായി മാറാൻ കഴിയുക. ഇത് റൂമിൽ നിന്നിട്ട് മൊബൈൽ നോക്കിയിരിക്കുന്ന മക്കൾക്ക് എന്ത് പൊതുപ്രവർത്തനം? അവർക്ക് എന്ത് നാട്, എന്താ നാട്ടുകാർ, എന്ത് വിഷമം? അവർക്ക് ബർഗർ കിട്ടുന്നുണ്ടോ, അവരുദ്ദേശിച്ച സാധനം കിട്ടുന്നുണ്ടോ? അത്രേ അവർ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് അടുത്തൊരു തലമുറയ്ക്ക് ഈ നന്മ കിട്ടണം. നമ്മുടെ മക്കളെയൊക്കെ ഇത്തരം ചാരിറ്റികളിൽ കൂടെ കൊണ്ടുപോകണം. നമ്മൾ കൊടുക്കുന്ന പൈസ മക്കളുടെ കൈ കൊണ്ട് കൊടുപ്പിക്കുക. അവരറിയട്ടെ, ദാനത്തിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു മധുരവും അവരറിയണം, അവരറിയിപ്പിക്കണം. അതുകൊണ്ട് വലിയൊരു നന്മ. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ അള്ളാഹു നൽകുന്ന ഇത്രയും വലിയ നിഅ്മത്ത്, 1000കണക്കിന് മദ്രസകളും 100കണക്കിന് അറബി കോളേജുകളും മഹല്ലുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ മുസ്ലിമീങ്ങളായ സഹോദരങ്ങളുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം കൊണ്ടാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫضل അള്ളാഹു നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ കാവലുണ്ട്. ഈ കാവൽ അള്ളാഹുവിനെ എടുത്തു കളയുമോ നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ നന്മക്ക് അള്ളാഹു നൽകുന്ന ഒരു കാവലാണത്. അത് നിലനിർത്തണം. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും വിജയിപ്പിക്കുകയും വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. വമൻ കഫ ഗളബഹു സതറല്ലാഹു ഔറത. നിങ്ങളുടെ ന്യൂനത നിങ്ങൾക്ക് മറച്ചു വെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആരും അറിയരുത് നിങ്ങളുടെ ന്യൂനത എന്നാഗ്രഹമുണ്ടെങ്കിൽ, മൻ കഫ ഗളബഹു, മനുഷ്യന് തോന്നുന്ന ദേഷ്യവും ഈർഷ്യതയും നമ്മുടെ ഹോട്ട് ടെമ്പറും കൺട്രോൾ ചെയ്യണം. ദേഷ്യം കടിച്ചിറക്കണം. ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. ദേഷ്യപ്പെട്ട് ജനങ്ങളെ അഡ്രസ്സ് ചെയ്യരുത്. ദേഷ്യപ്പെട്ട് കമ്മിറ്റി കൂടാണ്, ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. മൻ സതറ ഗളബ, ആരെങ്കിലും മൻ കഫ ഗളബഹു സതറ അല്ലാഹു ഔറത, ആരെങ്കിലും അവനവന്റെ ദേഷ്യത്തെ കടിച്ചിറക്കിയാൽ. എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാം. പക്ഷെ അത് ഒച്ചപ്പാടും മേശമെന്നാൽ അടിയടിച്ചിട്ടും ക്ലാസ് എറിഞ്ഞിട്ടും അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസമുള്ള മനുഷ്യന്മാരാണ്, മനസ്സിലാവുന്ന ആളുകളാണ്. ആ കാര്യം പറഞ്ഞാൽ മതി. നമ്മൾ ദേഷ്യപ്പെടരുത്, വിക്ഷോഭിതരാവരുത്. അത് മനുഷ്യന്റെ ഒരു ന്യൂനതയാണ്. മനുഷ്യൻ ദുർബലനാണ്. ആ ദേഷ്യപ്പെടുന്ന ആൾ ദുർബലനാണ് എന്നാണ് ആ കാര്യത്തിൻ്റെ അർത്ഥം. ദേഷ്യപ്പെടുമ്പോൾ അങ്ങോട്ട് ആകെ തിന്നാൻ വരുന്ന പോലെയൊക്കെ കാണിക്കുക. വിശന്ന് തിന്നാൻ വരുന്ന പോലെ, നിന്നെ ഞാൻ തിന്നു എന്നൊക്കെ തോന്നുന്ന പോലെ ആ കണ്ണും മുഖവും കയ്യും കാലും കണ്ടാൽ എന്താ അതിൻ്റെയൊക്കെ ആവശ്യം? മക്കളോടാണെങ്കിൽ പോലും നമ്മൾ ഫേമായിട്ട് സംസാരിക്കുക. കാര്യങ്ങളെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്, ആ വിഷയം പറയുക. നമ്മുടെ അതിർത്തി നമ്മൾ രേഖപ്പെടുത്തുക. അത് വെച്ചിട്ട് ചങ്ക് പൊട്ടിച്ച് വെച്ചുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ മക്കൾ പോലും നമ്മളെ വിലയിരുത്തും. പാപ്പാക്ക് മനസ്സിന് ആരോഗ്യമില്ല, ആൾ വീക്കാണെന്ന് പറയും. അങ്ങനെ പറയിപ്പിക്കേണ്ട. അധ്യാപകർ പ്രത്യേകിച്ചും അധ്യാപനം ചെയ്യുന്ന ആളുകൾ ക്ഷമിച്ചേ പറ്റൂ. ദേഷ്യം കടിച്ചിറക്കുന്നവർക്ക് അള്ളാഹു അവരുടെ രഹസ്യങ്ങളെ അള്ളാഹു മറച്ചുവെക്കും, ന്യൂനതകളെ അള്ളാഹു മറച്ചുവെക്കും. വമൻ ഖലമ ഗൈലൻ വലൗ ശാഅ അൻ യംദിയഹു അംളാഹ്. പകരം വീട്ടാൻ കഴിയുമായിരുന്ന ഒരാൾ, ഇങ്ങോട്ട് ഒരാൾ എന്തെങ്കിലും ദുൽമ ചെയ്തു, അവർക്ക് അതേപോലെ മറുപടി കൊടുക്കാൻ കഴിയുന്ന ഒരാൾ അത് ചെയ്യാതിരുന്നാൽ മല അല്ലാഹു ഖൽബഹു റിളൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു അവരുടെ ഹൃദയത്തിന് പടച്ചതമ്പുരാന്റെ പൊരുത്തം അള്ളാഹു ഖൽബ് നിറയെ കൊടുക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മളെ ഏതെങ്കിലും രീതിയിൽ അധിക്ഷേപിച്ചു, നമുക്കും അതുപോലെ തിരിച്ചധിക്ഷേപിക്കാൻ പറ്റും. പക്ഷെ നമ്മളത് ചെയ്തില്ല എങ്കിൽ അള്ളാഹു നാളെ നമ്മുടെ ഖൽബിന് പടച്ചവന്റെ പൊരുത്തം തരുന്ന, അതല്ലേ നമുക്ക് വേണ്ടത്.
ഇത്രയും വലിയ നന്മയാണ് നമ്മുടെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിപ്പിക്കാൻ വന്ന റസൂലാണ് നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബിൻ്റെ മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക. ഹബീബിൻ്റെ മേൽ സ്വലാത്ത് അവിടെ അഹ്ലു ബൈത്തിനും സ്വലാത്ത് ചൊല്ലുക. അള്ളാഹു ഹബീബിൻ്റെ ഷഫാഅത്ത് കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈ റമദാൻ അള്ളാഹു നമുക്ക് അനുകൂലമായി സാക്ഷി നിർത്തുകയും റമദാനിൻ്റെ എല്ലാ പുണ്യങ്ങളും ശുദ്ധ ബദരീങ്ങൾ ആണ്ട് വരുന്നുണ്ട്. 17-ാം ദിവസം ലൈലത്തുൽ ഖദർ അവസാനത്തെ രാവുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ അവലും നടുവിലത്തേതും അവസാനത്തേതും 10കളൊക്കെ വളരെ പുണ്യമായ ദിനരാവുകളാണ്. ശുദ്ധ ഖുർആനിൻ്റെ ഖത്മ് അള്ളാഹു നമുക്ക് ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് തവണ ഖത്മ് ചെയ്യാൻ തൗഫീക്ക് തരട്ടെ. ഖുർആനിൻ്റെ മാസമാണിത്. അതുകൊണ്ട് നമ്മുടെ ബാക്കി എല്ലാ വാറോളകളും ഒന്ന് മാറ്റിവെച്ചിട്ട് അള്ളാഹുവിൻ്റെ കലാമിന് വേണ്ടി സമയം ചെലവഴിക്കുക. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹദീസിൻ്റെ عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم അവിടെ ഉണ്ടല്ലോ ഹദീസ് من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه متفق عليه. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും 2 ഇമാമമാരും ഉദ്ധരിച്ച ഹദീസാണ്. മൻ ഖാമ റമദാന, ആരെങ്കിലും റമദാനിൽ നിന്ന് നിസ്കരിച്ചാൽ, ഖാമ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ്, ശരിക്കത് ഖിയാമുൽ ലൈലാണ്, രാത്രി നിസ്കരിച്ചാൽ, ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുൽ വിശ്വസിച്ചുകൊണ്ടും, അതാണ് ഈമാൻ. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നതിനർത്ഥം. അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും റമദാനിൽ നിന്ന് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു, അയാൾക്ക് പൊറുക്കപ്പെടും, മാ തഖദ്ദമ, കഴിഞ്ഞുപോയത്, മിൻ ദംബിഹി, തൻ്റെ പാപങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയതൊക്കെ അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഒന്ന് ചൊല്ലി നോക്കൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അടുത്ത ഹദീസ് അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിം. ഈ അല എന്ന് പറഞ്ഞാൽ ആരുടെ മേലാണോ ബാധ്യതയാവുന്നത് അയാളുടെ തൊട്ട് മുമ്പാണ് അല എന്ന് കൊടുക്കുക. ഒരു മുസ്ലിമിൻ്റെ മേൽ ബാധ്യതയായി ഒരു മുസ്ലിമിന് ഹക്കായ കാര്യം, ഒരു മുസ്ലിമിൻ്റെ അവകാശം, അത് മറ്റൊരു മുസ്ലിമിൻ്റെ മേൽ ബാധ്യതയാണ്. അലൽ മുസ്ലിം. അല എന്ന് പറഞ്ഞ ഒരാളുടെ മേൽ, അയാളുടെ മേലിൽ ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആളാണോ, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണോ, ഞാൻ മുസ്ലിം അല്ല എന്നൊന്നും അയാൾ പറയാത്ത ആളാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ആളാണോ, മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്ന ആളാണോ, അവരൊക്കെ നമ്മൾ മുസ്ലിമീങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഇത് വിശ്വസിക്കുന്നവരൊക്കെ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ട് അങ്ങനത്തവർക്ക് വകവെച്ചു കൊടുക്കേണ്ടത് 5 എണ്ണമാണ്. റദ്ദുസ്സലാം, സലാം മടക്കണം. ഒരു മുസ്ലിമായ ആൾ നിങ്ങൾ സലാം പറഞ്ഞാൽ നിങ്ങൾ സലാം മടക്കണം. വഇയാദത്തുൽ മരീദ്, രോഗിയായാൽ ആ ഒരു മുസ്ലിം രോഗിയാണെങ്കിൽ അവരെ പോയി സന്ദർശിക്കണം. വത്തിബാഉൽ ജനായിസ്, മരണപ്പെട്ടു കഴിഞ്ഞാൽ ജനാസയുടെ കൂടെ പോകണം. വ ഇജാബത്തു ദഅവ, അവർ നിങ്ങളെ ഒരു വിഷയത്തിലേക്ക് ക്ഷണിച്ചാൽ, അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ, ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ക്ഷണം തന്നാൽ, ഇജാബത്തു ദഅവ, ആ ക്ഷണത്തിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉത്തരം കൊടുക്കണം. വതശ്മീതുൽ ആതുസി, ഒരു മുസ്ലിമായ ആൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഇർഹമുക്കല്ലാഹ് എന്ന് പറയണം. നോക്കണേ, ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയിൽ എണ്ണിയ കാര്യമാണിത്. അപ്പോൾ തുമ്മൽ ചെറിയ കാര്യമല്ല എന്നർത്ഥം. ഒരാൾ തുമ്മിയിട്ട് മിണ്ടാതിരുന്നപ്പോൾ അബ്ദുല്ലാഹി മുബാറക് എന്നവർ ചോദിക്കുകയാണ്, ഒരാൾ തുമ്മി, അപ്പോൾ തുമ്മിയ ഓട്ടോമാറ്റിക് അൽഹംദുലില്ലാ എന്ന് പറയുമല്ലോ. അപ്പോൾ ഒരാൾ പറഞ്ഞില്ല. അപ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ കുശു തുമ്മിയിട്ട് അൽഹംദുലില്ലാ പറയാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞിങ്ങനെ ആളുകൾ കുശു പറയാൻ തുടങ്ങിയപ്പോൾ അബ്ദുല്ലാഹി മുബാറക് എന്നവരാളെ വിളിച്ചിട്ട് ചോദിച്ചു, തുമ്മിയാൽ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാ. അങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ, മുബരെ കൊണ്ട് പറയിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയൽ അയാൾക്ക് സുന്നത്താണ്. പക്ഷെ അയാളിത് പറഞ്ഞാൽ ഇർഹമുക്കല്ലാഹ് പറയൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും എന്ന് അങ്ങോട്ട് പറയൽ സുന്നത്താണ്. ഒരാൾ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ കുറ്റമൊന്നുമില്ല. പക്ഷെ പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ്. അപ്പോൾ അവിടെ മുഖം കറുപ്പിച്ചു പോരുത്, ഇപ്പം മറ്റേ പാർട്ടി ഇതാണ് അതൊന്നും പറയാൻ നിൽക്കരുത്. റദ്ദുസ്സലാം, ഇയാദത്തുൽ മരീദ്, വത്തിബാഉൽ ജനായിസ്, ഇജാബത്തു ദഅവത്ത്, വതശ്മീതുൽ ആതിസ്. ഈ 5 കാര്യങ്ങൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിം വകവെച്ചു കൊടുക്കേണ്ട ബാധ്യതയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി നോക്കൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ റദ്ദുസ്സലാം വഇയാദത്തുൽ മരീദ് വത്തിബാഉൽ ജനായിസ്
വഇജാബത്തു ദഅവ വതശ്മീതുൽ ആതിസ്. ബുദ്ധിമുട്ടുള്ള ഹദീസാണോ? നമുക്ക് മൊത്തത്തിൽ റമദാനിൽ 24 ഹദീസ് മനപ്പാടാക്കാൻ ഉണ്ടാവും. നമ്മുടെ മുമ്പിൽ ഒരു കലണ്ടർ ഉണ്ടാക്കുന്നുണ്ട് റമദാനിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു റമദാൻ ഡയറി. നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഖുർആനോത്ത് മുതൽ പിന്നെ തഹജ്ജുദ് നിസ്കാരം മുതൽ ഫജ്ർ, അതിൻ്റെ തറാവീഹ്, റവാത്തിബ് അതെ ഫജ്റും റവാത്തിബ് പ്രയറും, ഫജ്റിന് മുമ്പുള്ള സുന്നത്ത്, ഒരു ജുസ് ഒരു ദിവസം ഖുർആൻ ഓതുന്ന ഒരു ജുസ് ഓതുക, റിസൈറ്റ് സൂറ യാസീൻ ഒരു ദിവസം ഓതുന്നുണ്ടോ, റമളാൻ്റെ ദിക്ർ ഉണ്ടല്ലോ, ഓരോ ദിക്റും 101 പ്രാവശ്യം, ഇസ്തിഗ്ഫാർ 301 തവണ, ഹബീബിൻ്റെ മേൽ സ്വലാത്ത് 313, തഹ്ലീൽ 301, ദുഹാ നിസ്കാരം 2 റക്അത്തോ 4 റക്അത്തോ, ളുഹറിൻ്റെ കൂടെയുള്ള സുന്നത്തുകളും, അസറിൻ്റെ സുന്നത്തും, മഗ്രിബിൻ്റെ സുന്നത്തും, പിന്നെ സ്വലാത്തുൽ അവ്വാബീൻ മഗ്രിബിൻ്റെ ശേഷമുള്ള 2 റക്അത്തോ അല്ലെങ്കിൽ 6 റക്അത്തോ നിസ്കരിക്കുന്നു, പിന്നെ സൂറ യാസീൻ രാത്രിയിലെ ദുഹാൻ സൂറത്ത്, സൂറത്തുൽ വാഖിഅയും സൂറത്തുൽ മുൽക്കും ഓതുന്നുണ്ടോ, ഇഷാദ്, റവാത്തിബ്, തറാവീഹ്, വിത്രൊക്കെ. പിന്നെ ഖുർആൻ ഖത്മിന് വേണ്ടി 2 ഖത്തമാകൂല, അപ്പം രാത്രി ഒരു ജുസും കൂടെ അല്ലേ, ഹദ്ദാദ് റാത്തീബ്, തസ്ബീഹ് നിസ്കാരം, എല്ലാ രാത്രിയിലും തസ്ബീഹ് നിസ്കാരം ഇതിൻ്റെ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ വുളൂവിൻ്റെ ദിക്റുകളും. നമുക്കിതിൽ എത്ര അതുപോലെ ഹൈ എൻഡ് ടാർഗറ്റ് മുന്നിൽ വെച്ചിട്ടുള്ളത്. കാരണം അത് ചെറിയൊരു ലെവലിലൊക്കെ നമുക്കൊക്കെ പറ്റുമായിരിക്കും. ഇതിന് കുറച്ച് സമയം നമ്മൾ റമദാൻ, ഒരു പക്ഷേ ഇതെല്ലാം കൂടെ നമുക്ക് 2 മണിക്കൂറൊക്കെ ചിലവഴിച്ചാൽ മതിയോ അല്ലേ? പകൽ ഫ്രീ ആണ്, അതുകൊണ്ട് രാത്രിയാണ് മുഴുവൻ ടാസ്ക് കൊടുത്തിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇതൊരു നല്ല കാര്യമാണ്. ഒന്ന് ടിക്ക് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമുക്ക് നമ്മളെ ഒന്ന് ജഡ്ജ് ചെയ്യാനുള്ള ഒരവസരമാണ്. 24 ഹദീസുകളുണ്ട്. ആ ഹദീസുകളുടെ കോപ്പിയും അതൊക്കെ പറ്റുന്നതൊക്കെ എന്ത് ചെയ്യുക, മനഃപ്പാടമാക്കുക. ഹദീസ് നമ്മളൊരു 40 ഹദീസ് മനഃപ്പാടമാക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ റബീഉൽ അവ്വലിൽ. അടുത്ത ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത് വഹുജിബത്തുൽ ജന്നത്തു ബിൽ മകാരിഹ്. ഒരു ഹാ മിസ്സാണല്ലോ മുഞ്ഞേ, ബിൽ മകാരിഹി, അത് പ്രിന്റ് മിസ്റ്റേക്ക് ആണത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത്. നരകത്തെ മൂടി വെച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ആ ആഗ്രഹങ്ങളെ കൊണ്ടാണ് നരകം മൂടിയിട്ടുള്ളത്. ഒരു ഗിഫ്റ്റ് മൂടി വെച്ചു എന്ന് പറയില്ലേ, ആ ഗിഫ്റ്റ് തുറക്കണമെങ്കിൽ എന്തിനാ, മൂടി പൊട്ടിക്കണ്ടേ, കവർ പൊട്ടിക്കണ്ടേ എന്ന പോലെ നരകമെന്ന അള്ളാഹുവിൻ്റെ ശിക്ഷ ഒരു മനുഷ്യൻ തുറക്കുന്നത് ഷഹവാത്തുകൾ ചെയ്തിട്ടാണ്. ശരീരത്തിന് ഇഷ്ടമുള്ളത് അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ശരീരത്തിന് ഇഷ്ടമാണ്, അത് ചെയ്തു കഴിഞ്ഞാൽ നരകം കിട്ടും. വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, അള്ളാഹുവിൻ്റെ സ്വർഗം മൂടപ്പെട്ടിരിക്കുന്നത് ബിൽ മകാരിഹ്, സ്വമേധയാ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ കൊണ്ടാണ്. സുബഹിക്ക് നല്ല ഉറക്കം വരുന്ന സമയമാണ്, നമ്മുടെ ബോഡിക്ക് ഇഷ്ടമല്ല ആ നേരത്തെ എഴുന്നേൽക്കുന്നത്, അതുകൊണ്ടാണ് വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ മകാരിഹ് എന്ന് പറയാ. സ്വമേധയാ ഇപ്പം ഉളു എടുക്കണം, തണുപ്പ് തോന്നുന്നുണ്ട്, ആ സമയത്ത് വെള്ളം ദേഹത്താവാൻ ഇഷ്ടമുണ്ടാവില്ല, അപ്പം നമുക്കതൊരു പ്രയാസമായിട്ട് തോന്നും. നല്ല വിശക്കുന്നുണ്ട്, ആ വിശക്കുന്ന സമയത്ത് നല്ല റെസ്റ്റോറൻറ്റ് മുമ്പിലൂടെ ഭക്ഷണം പാകം ചെയ്യുന്ന സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നോമ്പ് വെൽക്കുന്നവർക്ക്, ഭക്ഷണപ്രിയമുള്ള ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും, അതൊരു മക്കാരിഹാണ്. അപ്പം നോമ്പ് അവർക്ക് വലിയ ഭാരമായിട്ട് തോന്നും. അതുകൊണ്ടാണ് വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയാൻ കാരണം. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണ്, ശരീരത്തിന് വെറുക്കപ്പെടുന്നത്. മറ്റേത് ശരീരത്തിന് ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് വെറുപ്പാണ്. ആ കാര്യങ്ങൾ ചെയ്താൽ നരകം തുറക്കാൻ പറ്റും. ശരീരത്തിന് വെറുപ്പുള്ള ചില കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അത് ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നരകം മൂടപ്പെട്ടത് ശരീരത്തിൻ്റെ ഇച്ഛകളെ കൊണ്ടാണ്, ആഗ്രഹങ്ങളെ കൊണ്ടാണ്. പിന്നെ ജന്നത്ത്, സ്വർഗം മൂടപ്പെട്ടിരിക്കുന്നത് സ്വമേധയാ നമ്മുടെ ശരീരത്തിന് വെറുപ്പ് തോന്നുന്ന നന്മകളെ കൊണ്ടാണ്. നന്മയാണ്, പക്ഷെ നമുക്ക് വെറുപ്പായിട്ട് തോന്നും. മക്കാരെ عن أبي هريرة شلكوا عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال حجبت النار بالشهوات وحجبت الجنة بالمكاره. ഹാ വിട്ടുപോയതാണ്, മക്രൂഹ് എന്നൊക്കെ പറയില്ലേ, അതിൽപ്പെട്ടതാണ്. ടൈപ്പിംഗ് എററാണ്. ഇസ്ലാമിക് സെൻറ്ററിൻ്റെ റിലീജിയസ് സെക്രട്ടറി ഇസ്ഹാഖ് നദവി ഉസ്താദിൻ്റെ പിതാവ് അബ്ദുറഹ്മാൻ എരുമേലി എന്നിവർ ഇന്ന് മരണപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഇസ്ഹാഖ് നദവി ഉസ്താദിൻ്റെ ഉപ്പാക്ക് അബ്ദുറഹ്മാൻ എരുമേലി,
എന്നവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. അള്ളാഹുയുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു ആഖിറത്തിൽ വിജയിക്കുന്നവരിൽ അള്ളാഹു അവരെയും നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു മഗ്ഫിർ ലഹു റഹ്മഹു വആഫിഹി വഅഫു അൻഹു. ഇവിടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ഒരു ദിവസം ഒരു ഹദീസ് വെച്ചിട്ട് നിങ്ങൾ മനപ്പാടാക്കുകയാണെങ്കിൽ മുഹമ്മദ് തരുന്ന ഈ പ്രിൻ്റ് ഔട്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. ഹദീസ് മനപ്പാടാക്കലും കൂരിയുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഉസ്താദ് ഇപ്പോൾ പറഞ്ഞ ഇസ്ഹാഖ് നദി ഉസ്താദ് നമ്മുടെ ഈ റിലീജിയസ് ഈ ക്ലാസ്സൊക്കെ നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഇന്ന് മരണപ്പെട്ടത്. പ്രത്യേകം ദുആ ചെയ്യണം. പിന്നെ ഇന്നത്തെ സദസ്സിൽ പായസം നൽകിയവർക്ക് ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പഠനവുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളും മറ്റ് ശൈതാനിയായ ഷറുകളൊക്കെ ഉണ്ട്, അത് ഒഴിവാകാനും റാഹത്തിനും വേണ്ടി ദുആ ചെയ്യണം. നൗഷാദിൻ്റെ അളിയന് സർജറി കഴിഞ്ഞ് ചികിത്സയിലാണ്, ഷിഫായിന് ദുആ ചെയ്യാൻ. സദസ്സിലുള്ള ഒരു സഹോദരി കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി കുട്ടികളായിട്ടില്ല, സ്വാലിഹ്യങ്ങളായ മക്കളെ എത്രയും പെട്ടെന്ന് ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. മൈഷത്തിൻ്റെ വിഷയങ്ങളെല്ലാം എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാനും വീടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് പൂർത്തിയാകാനും ദുആ ചെയ്യണം. ഭാര്യയുടെ ഊരയുടെ ഡിസ്ക് ഞരമ്പ് കുടുങ്ങിയിട്ട് 7 വർഷമായി വേദനയും ബുദ്ധിമുട്ടുമായിട്ട് മാറിക്കിട്ടാൻ ദുആ ചെയ്യണം. അവർക്ക് ബ്ലഡിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് മജ്ജ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സഹോദരിക്ക് 24 വയസ്സ് മാത്രമാണുള്ളത്, പ്രത്യേകം ദുആ ചെയ്യാൻ. അഷറഫിൻ്റെ ഉമ്മ നമ്മുടെ സദസ്സിലുണ്ട്, പ്രത്യേകം ഷിഫാനും ആഫിയത്തിനൊക്കെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. വയറിൽ അൾസറുണ്ട്, ഷിഫായിന് ദുആ ചെയ്യാൻ. സ്വാലിഹായ മക്കൾ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. സദസ്സിലുള്ള മകൻ നാളെ ഒരു പരീക്ഷ നേരിടുന്നുണ്ട്, എളുപ്പമാവാനും നല്ല വിജയം ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഉപ്പ ക്യാൻസർ രോഗിയാണ്, ആക്സിഡൻറ്റ് പറ്റി കൈമുറിഞ്ഞ് ഓപ്പറേഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ട്, ഷിഫായിന് ദുആ ചെയ്യാൻ. ജോലി നിലനിർത്തി കിട്ടുവാനും ശമ്പളം മുടങ്ങാതെ ലഭിക്കാനും ബർക്കത്തിനും വേണ്ടി ദുആ ചെയ്യാം. ആഖിബത്ത് നന്നായി മരിക്കാൻ, കടം വീടാൻ ദുആ ചെയ്യാൻ. മരുമകൻ്റെ വയറിൻ്റെ അസുഖം മാറാനും വിസ ശരിയാവാനും വേണ്ടി ദുആ ചെയ്യണം. പെങ്ങളുടെ അസുഖം ഷിഫാൻ വേണ്ടി ദുആ ചെയ്യാൻ. ഉമ്മയുടെ കണ്ണിന് കാഴ്ച കുറയുന്നു, ഷിഫായിന് ദുആ ചെയ്യാൻ. ഓട്ടിസം ബാധിച്ച ഒരു മകൻ്റെ ഷിഫായിന് വേണ്ടി ദുആ ചെയ്യാൻ. അബ്ദുൽ നാസർ മദനി ഉസ്താദിൻ്റെ ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി പ്രത്യേക ദുആ ചെയ്യണം. മരണപ്പെട്ട മാതാപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്ക് ദുആ ചെയ്യാൻ. റമദാനിന് ശേഷം മകളുടെ വിവാഹം നടക്കുകയാണ്, റാഹത്തും സന്തോഷമായും നല്ല കുടുംബജീവിതം ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. സുഹൃത്തിൻ്റെ ഭാര്യ 1.5 മാസമായി കോഴിക്കോട് മേത്ര ഹോസ്പിറ്റൽ ICUവിലാണ്, ഷിഫായിന് പ്രത്യേകം ദുആ ചെയ്യണം. അളിയൻ സുഖമില്ലാതെ വീട്ടിൽ ചികിത്സയാണ്, ദുആ ചെയ്യാൻ. മാതാവിൻ്റെ അസുഖം ഷിഫാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ. അമ്മായിയുമ്മയുടെയും രണ്ടുപേരുടെയും അസുഖം ഷിഫാൻ വേണ്ടിയിട്ട്. ഉപ്പയുടെ കിഡ്നി സംബന്ധമായ അസുഖം ഷിഫാൻ വേണ്ടിയിട്ട്. ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. വിശുദ്ധ റമദാനിൽ ഇബാദത്തിന് തടസ്സമില്ലാതിരിക്കാനും റാഹത്തിനും സന്തോഷത്തോടു കൂടി ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ദുആ ചെയ്യാൻ. ഹാഫിളായ ചെറുപ്പക്കാരൻ തലവേദന കാരണം തിരുവനന്തപുരം ഹോസ്പിറ്റലാണ്, ദുആ ചെയ്യാൻ. ഉമ്മയുടെ മുട്ടുവേദന മാറിക്കിട്ടാൻ വേണ്ടി. ഉമ്മയുടെ പിത്തത്തിൽ കല്ലാണ്, ഓപ്പറേഷൻ കൂടാതെ ഷിഫാൻ വേണ്ടി. അടുത്ത വർഷം ഉമ്മാക്ക് ഹജ്ജിന് പോകാൻ തൗഫീഖിനായി ദുആ ചെയ്യണം. വീട് പണി തുടങ്ങി പെട്ടെന്ന് പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ. ഒരു സ്ത്രീ ഭർത്താവ് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നു, ഭർത്താവിൻ്റെ ബുദ്ധിയൊക്കെ ശരിയായി സന്തോഷത്തിലാൻ വേണ്ടി. 7 വർഷമായി ജയിലിലായൊരു സഹോദരൻ്റെ മോചനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ. പുതിയ ഒരു ജോലിക്ക് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, പ്രത്യേകം ദുആ ചെയ്യണം. അതോടൊപ്പം നമ്മൾ ഉസ്താദ് ഇപ്പം പറഞ്ഞ ചാർട്ട് ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞു തരാം. നമ്മളതിൻ്റെ ഒരു ഓർഡറിലാണ് ചെയ്തിട്ടുള്ളത്. തഹജ്ജുദ് നിസ്കാരം മുതൽ നമ്മൾ അത്താഴത്തിന് എഴുന്നേറ്റ ഉടനെ തഹജ്ജുദ് നിസ്കരിക്കാൻ 2 എന്നുള്ളത് 4 ടാർഗറ്റ് ചെയ്യുക, 2ഓ 4ഓ. പിന്നെ അവിടെ ഒരു ഹാഫ് ജുസ് ഓതാൻ വേണ്ടി സമയം കണ്ടെത്തുക. പിന്നീടാണ് ഫജ്ർ സുബഹി നിസ്കാരം റവാത്തിബോടുകൂടി. പിന്നെ സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു ജുസ് ഓതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഉസ്താദ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് സൂര്യൻ ഉദിക്കുന്നവരെയുള്ള ഇബാദത്തിലായി കഴിഞ്ഞുകൂടാനും ഹജ്ജ് ഉംറ ചെയ്യാനുള്ള കൂലിയൊക്കെ കിട്ടാനുള്ള ഒരു അവസരമാണ് അവിടെ. പിന്നെ രാവിലെ സൂറത്ത് യാസീൻ രാവിലെ സുന്നത്തിൻ്റെ ദുആ ചെയ്യാൻ പ്രത്യേകം ഓതാൻ വേണ്ടിയിട്ട്. പിന്നെ റമദാനിലെ ദിക്ർ ഓരോ 10ലുള്ള പ്രത്യേക ദിക്റും. അതോടൊപ്പം തന്നെ ആ 4 അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുൽ ജന്ന വഅഊദു ബിക മിനൻ നാർ അത് 101 പ്രാവശ്യം ഡെയിലി ചൊല്ലി കഴിഞ്ഞാൽ നമുക്ക് റമദാൻ കഴിയുമ്പോഴേക്ക് ചുരുങ്ങിയത് ഒരു 3000 പ്രാവശ്യം കിട്ടും. ആ ദുആക്കെ വർദ്ധിപ്പിക്കണം എന്നല്ല. പിന്നെ ഇസ്തിഗ്ഫാർ, സ്വലാത്ത്, പിന്നെ ളുഹാ നിസ്കാരം, മറ്റു കാര്യങ്ങളൊക്കെ അതിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു നമ്മുടെ അറ്റൻഷൻ ഉണ്ടാവണം. പ്രത്യേകം നമ്മളൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ അവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റൂ. പിന്നെ തസ്ബീഹ് നിസ്കാരം സാധിക്കുന്നവർ ദിവസവും ചെയ്യുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആഴ്ചയിലെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഹദീസ് പ്രത്യേകം 24 ഹദീസാണ് നമ്മൾ ഇതുവരെ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓരോ ദിവസം ഓരോ ഹദീസ് നമ്മൾ ഓരോ ഹദീസ് ഒരു ദിവസം പഠിച്ചാൽ തന്നെ 24 നോമ്പാകുമ്പോഴേക്ക് നമുക്ക് 24 ഹദീസ് മനപ്പാടമാക്കാൻ സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ ആകുമ്പോൾ എല്ലാവരും സക്കാത്ത് കൊടുക്കാൻ എപ്പോഴും ഓർമ്മ വരുന്നൊരു സമയം റമദാനായിരിക്കും. പക്ഷെ സക്കാത്ത് എന്ന് പറയുന്നത്, സക്കാത്ത് നിർബന്ധമാകുന്നത് സക്കാത്തിൻ്റെ മൂല്യം നമ്മുടെ കയ്യിലെത്തി 1 വർഷം പൂർത്തിയാകുമ്പോൾ കൊടുക്കൽ നിർബന്ധമാണ്. പൂർത്തിയാവാൻ പോകുന്നുള്ളൂ, നേരത്തെ കൊടുക്കാം, അതിനൊന്നും പ്രയാസമില്ല. സാധാരണഗതിയിൽ നമ്മുടെ കറൻസികളൊക്കെ ഗോൾഡ് എന്നെ ബന്ധപ്പെടുത്തി ആണ് സാധാരണ ഗണിക്കപ്പെടാറുള്ളത്. പക്ഷേ സക്കാത്തിൻ്റെ വിഷയത്തിലെ വെള്ളിയുടെ കണക്ക് നമ്മുടെ കയ്യിലെത്തിയാലും നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. വെള്ളി എന്ന് പറഞ്ഞാൽ 595 ഗ്രാം വെള്ളിക്ക് എത്രയാണോ മൂല്യം, ആ പൈസ നമ്മൾ ഒരു അസറ്റായിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ച് 1 കൊല്ലം പൂർത്തിയായാൽ അതിന് സക്കാത്ത് കൊടുക്കണം. 595 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 ഗ്രാമിന് 3.88 ദിർഹമാണ് ഇന്നത്തെ വാല്യൂ. അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2308 ദിർഹമാണ് വരിക. 2308 ദിർഹം എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ കണക്ക് പ്രകാരം 54,862 രൂപ. അത് ഏകദേശം ഒരു 54,000 രൂപ, വെറും 54,000 ഇന്ത്യൻ റുപ്പീസ് നമ്മുടെ കയ്യിൽ അസറ്റായിട്ട് നമ്മൾ 1 കൊല്ലം സൂക്ഷിച്ചു വെച്ചു. കടം വീട്ടാൻ വേണ്ടി എടുത്തു വെച്ചതല്ല, വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചതല്ല. നമ്മളൊരു അസറ്റായിട്ട്, നമ്മുടെ ഒരു വരുമാനമായിട്ട് നമ്മൾ എടുത്തു വെച്ചു. 54,862 ഇന്നത്തെ വാല്യൂ. ഏകദേശം ഒരു റൗണ്ട് ചെയ്യുമ്പോൾ 84,000 എന്ന് കൂട്ടിക്കോളൂ. അതിൻ്റെ 2.5% സക്കാത്താണ്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും സക്കാത്തിന് അർഹതയുള്ള കൊടുക്കേണ്ട ആളുകളാണെങ്കിൽ കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണ്ഡിതന്മാരോട് ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുക. സക്കാത്തിൻ്റെ അവകാശികൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. പഠിച്ച നമ്പുരാൻ നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. കാരുണ്യവാനായ ഉടമസ്ഥനായ അല്ലാഹുവേ ശുദ്ധ റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ ബഖിയ മിൻ ശഅബാന വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന റമദാനിലേക്ക് ഞങ്ങളെ നീ സജ്ജമാക്കി തരണേ പടച്ചവനെ. റഹ്മുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിലെ കറകളെയും ദുഷിച്ച സ്വഭാവങ്ങളെയും നിനക്കിഷ്ടമില്ലാത്ത ചിന്തകളൊക്കെ ഞങ്ങളുടെ കൽബിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് മായ്ച്ചു തന്ന് തലസ്ഥാനത്ത് നിന്നോടും ഹബീബിനോടും ദീനിനോടുമുള്ള മഹബത്ത് നിറച്ചു തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളുമായി അടുപ്പമുള്ളവർ, ദുആ വസിയത്ത് ചെയ്തവർ, മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും റബ്ബേ നീ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ തമ്പുരാനെ. കഴിഞ്ഞ തിങ്കളാഴ്ച ദുബൈയിൽ നിന്നും മരണപ്പെട്ട കാഞ്ഞങ്ങാട് പാറപ്പള്ളിയിലെ ഖദീജ ഹജ്ജുമ്മ, അവർക്ക് ദുആയിരക്കാൻ വസിയത്തുണ്ടായിരുന്നു. അവർക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ. ഇവിടെ നമ്മുടെ ലിസ്റ്റിൽ വായിച്ചവരും അല്ലാത്തവരുമായ മരണപ്പെട്ടവർക്കൊക്കെ അല്ലാഹുവേ മുഅ്മിനാത്തുകൾക്ക് സ്വർഗീയ സുഖം നൽകണേ റബ്ബേ. രോഗികൾക്ക് നീ ശമനം നൽകണേ റബ്ബേ. പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങൾ നീ പരിഹരിക്കണേ റബ്ബേ. എക്സാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കാൻ പോവുകയാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല ഉന്നത വിജയം അല്ലാഹുവേ നീ നൽകണേ പടച്ചവനെ. എല്ലാ തരത്തിലുമുള്ള അപകടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ദുഷിച്ച കൂട്ടുകെട്ടിൽ നീ കാക്കണേ പടച്ചവനെ. റഹ്മുർ-റഹീമായ റബ്ബേ, ഈ സദസ്സിനെ നീ കബൂലാക്കണേ റബ്ബേ. മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ, ദുആയിരക്കാൻ പറഞ്ഞവരും അല്ലാത്തവരും കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ. നീ തന്ന മക്കളിൽ നീ കൺകുളിർമയെ കാണിക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ ജോലിസ്ഥലത്തും കച്ചവടങ്ങളിലും വീടുകളിലും നമ്മുടെ കൂട്ടുകാരിലും നാടിലും മഹലിലും രാജ്യത്തും ഞങ്ങളുടെ സംഘടനകളിലുമൊക്കെ റഹ്മുർ-റഹീമായ റബ്ബേ, വ്യക്തിബന്ധങ്ങളിലടക്കം അല്ലാഹുവേ നിൻ്റെ റഹ്മത്തും നിൻ്റെ കരുണയും അല്ലാഹു നിൻ്റെ ഇടപെടലും അല്ലാഹുവേ സ്നേഹവും സൗഹൃദവും എന്നും നിലനിർത്തണമേ തമ്പുരാനെ. പ്രശ്നങ്ങളെ പരിഹരിക്കണമേ തമ്പുരാനെ. അല്ലാഹു മുറിവുകളെ ഉണക്കണമേ തമ്പുരാനെ. റഹ്മുർ-റഹീമേ, അല്ലാഹുവേ നിൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നന്മകൾ കഴിയുന്നത്ര ജീവിതത്തിലേക്ക് പകർത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിറത്തിലേക്കുള്ള യാത്രയിൽ അല്ലാഹു നീ ഞങ്ങളെ സഹായിക്കണേ പടച്ചവനെ. മരണം ആസന്നമാകുമ്പോൾ കലിമ ചൊല്ലി മരിക്കാൻ തൗഫീക്ക് തരണേ റബ്ബേ. അല്ലാഹു മാരകങ്ങളായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നാളെ നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. റമദാൻ വരികയാണ് റബ്ബേ, ഒരവസരം കൂടെ ഞങ്ങൾക്ക് നീ നൽകണേ പടച്ചവനെ. ഒരുപാട് റമദാനുകൾ നൽകണേ തമ്പുരാനെ. ഒരുപാട് നന്മകൾ ദാനധർമ്മം കൊണ്ടും ഖുർആൻ ഓതുകൊണ്ടും ഖിറാഅത്ത് കൊണ്ടും തിലാവത്ത് കൊണ്ടും ഖിയാമുൽ ലൈൽ കൊണ്ടും തറാവിഹി കൊണ്ടും സ്വലാത്തു തസാബിഹ് കൊണ്ടും
ഒരുപാട് നന്മകൾ ഏതൊക്കെയുണ്ടോ ഞങ്ങൾ പറഞ്ഞ സ്നേഹബന്ധങ്ങളും അടുപ്പങ്ങളും രോഗസന്ദർശനങ്ങളും ജനാസയെ സന്ദർശിക്കലടക്കം നിസ്കാരം കഴിഞ്ഞാലുള്ള തസ്ബീഹികൾ 10 വീതമുള്ള തസ്ബീഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ, ഉറങ്ങാൻ കിടക്കും 33 സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 34 അല്ലാഹു അക്ബർ, ലാ യുഹാഫിദു അലൈഹാ ഇല്ലാ ഖലീൽ എന്ന് പറഞ്ഞ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ നന്മകൾ, ഈ 2 കാര്യങ്ങളടക്കം എല്ലാവിധ ഞങ്ങൾ അറിഞ്ഞതും ഞങ്ങൾക്ക് ഓർമ്മയുള്ളതുമായ എല്ലാ നന്മകളും അള്ളാഹു ഞങ്ങൾക്ക് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ പടച്ചവനെ. ഇസ്ലാമിക് സെൻറ്ററും ഇതിൻ്റെ ഭാരവാഹികളെയും ഇതിൻ്റെ പ്രവർത്തകരെയും, പ്രത്യേകിച്ച് റിലീജിയസ് വിങ്ങിൻ്റെ ആളുകൾ, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, ഈ പരിപാടി ലൈവ് ചെയ്യുന്നവർ, ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ, നേരത്തെ ഇവിടെ ചെയറും ഡെസ്കും ഒക്കെ ഒരുക്കി ഇവിടെ ക്യാമറയും മറ്റു കാര്യങ്ങളും എല്ലാം സജ്ജമാക്കി പരിപാടിക്ക് വേണ്ടി മൈക്ക് സെറ്റ് ചെയ്യുന്ന ബഷീർക്കടക്കം അള്ളാഹുവെ ഇതിനുവേണ്ടി ഖാദിമീങ്ങളായ എല്ലാ ആളുകൾക്കും അള്ളാഹുവിന് അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാന്. ബാബാജിക്ക് ഇവിടെ 2 പതിറ്റാണ്ടുകൾ ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മഹാനാണ്. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കണേ തമ്പുരാന്. സലാം സാഹിബ് ഇവിടെ ഇരിക്കേണ്ട അങ്ങനെ ഒരുപാട് ഇതിൻ്റെ പ്രവർത്തകന്മാരുണ്ട്. റഹ്മർ റാഹിമീങ്ങൾ, മഹാന്മാരായ ഉസ്താദുമാർ, ആലിമീങ്ങൾ, സദാത്യങ്ങൾ, ഉമറാക്കൾ, സയ്യിദന്മാർ, എല്ലാവരെയും അള്ളാഹു നീ നിന്റെ കാവലിലാക്കണേ പടച്ചവനെ. ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീഅത്തുൽ ഉലമയെ അതിൻ്റെ അജയ്യമായ അതിൻ്റെ ഇസ്സത്തിൽ നിലനിർത്തണേ പടച്ചവനെ. പാണക്കാട് സയ്യിദന്മാർ, ഉമറാക്കൾ, ഉലമാ, സദാത്യങ്ങൾ, പണ്ഡിതന്മാർ, അവർക്കൊക്കെ അള്ളാഹു നിന്റെ കാവൽ നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلنا على الله ولا حول ولا قوة إلا بالله العلي العظيم. اللهم عليك توكلنا وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാനപ്പെട്ടവരെ, ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഇഫ്താർ എന്നാ പറഞ്ഞ് 6-ാം തീയതി അല്ലേ? 6-ാം തീയതി ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഇഫ്താർ ഇവിടെ നടക്കുകയാണ്. മാർച്ച് 6 എന്ന് പറയുന്നത് വ്യാഴാഴ്ചയായിരിക്കും അല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ക്ലാസ് റമദാൻ പ്രമാണിച്ചുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 10 വ്യാഴാഴ്ച മുതൽ നമുക്ക് ഇൻഷാ അല്ലാഹ് റീസ്റ്റാർട്ട് ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. ഞായറാഴ്ച രാവിലെ ഇവിടെ വേദിയിൽ സ്വലാത്ത് മജ്ലിസ് നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഇജാസിയത്തുള്ള സ്വലാത്ത്, അതിലേക്കൊക്കെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. റമദാൻ കരീം. ജസാക്കുമുല്ലാഹ് ഖൈർ. റമദാനിൻ്റെ വരവോടുകൂടെ റമദാനിന് വേണ്ടി ആശംസ അറിയിക്കൽ കൂലിയാണ്. റമദാനിന് ഒരു പ്രത്യേകത കൂലിയുണ്ട്. റമദാൻ ആശംസകൾ അറിയിക്കണം. അതുകൊണ്ട് മുബാറക് അലൈക്കും ഉശ്ശഹർ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. എല്ലാവർക്കും റമദാനിൻ്റെ ആശംസകൾ നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.